അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. പാപിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന സാക്ഷ്യ പരമ്പരയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ വലിയവനായി ദൈവം കൃപ ചെയ്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്നതിനോടുള്ള ബന്ധത്തിൽ സ്ഥലത്തില്ലാത്തതിനാൽ നമുക്ക് ആ മീറ്റിംഗ് നടത്താനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നാം കടന്നു വരുമ്പോൾ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് അഗസ്റ്റിൻ കെ മാത്യു രാജപുരം അവരുടെ ജീവിത അനുഭവങ്ങളിലേക്ക്, താൻ എഴുതിയ ചില ഗാനങ്ങളിലേക്ക്, ചില കവിതകളിലേക്കൊക്കെ നാം കടന്നു ചെല്ലാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം കർത്താവിന്റെ ദാസനെ നടത്തിയ വിധങ്ങൾ നമുക്ക് കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകട്ടെ. ഇതിനു മുമ്പ് മറ്റൊരു എപ്പിസോഡ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ജീവിതാനുഭവമായിട്ട് നമുക്ക് പങ്കുകൊള്ളുവാനിടയായി. ആ ജീവിതാനുഭവങ്ങളും സാക്ഷ്യമൊക്കെ കേൾക്കുവാനിടയായി. എന്നാൽ ഇന്ന് വീണ്ടും അദ്ദേഹം എഴുതിയ വേറെ ചില ഗാനങ്ങളും കവിതയും ഒക്കെ നമുക്ക് കേൾക്കാനുള്ള ഒരു അസുലഭമായ ഒരവസരമാണ്. ഇന്നത്തെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിന് ഒരു വെല്ലുവിളിയായി തീരട്ടെ. നമ്മുടെ 99ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കാണ് കർത്താവേ. വീണ്ടും ഈ സൂം മീറ്റിംഗിലോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യം കേട്ട് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരേറ്റെടുത്തിരിക്കുന്ന ആ ഉത്തരവാദിത്വം ഏറ്റവും അനുഗ്രഹമായിട്ട് ദൈവകൃപയോടുകൂടെ ഇന്ന് അവതരിപ്പിക്കുവാൻ ദൈവം കൃപ നൽകണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും ഒരുക്കിക്കാട്ടെ. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. എല്ലാ അനുകൂല ചുറ്റുപാടും തന്നാട്ടെ. അനേകർ ഇന്നത്തെ മീറ്റിംഗ് പങ്കെടുക്കുവാൻ ഇടയാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് അഗസ്റ്റിൻ കെ മാത്യു രാജപുരം അവറുകളാണ് ഇന്ന് രാത്രി നമ്മോടുകൂടെ ഉള്ളത്. കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങളും ഗാനങ്ങളും കവിതകളും ഒക്കെ നാം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നത് കഴിഞ്ഞ നാളുകളിൽ നമ്മളോടൊപ്പം കടന്നു വന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പ് കാൻഡ്രോസ് ഡാളസ് അവറുകളാണ്. പ്രിയ ദൈവദാസനെയും എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ ആലപിക്കുന്നത് ഇന്ന് ബ്രദർ ജെയിംസ് കൊടുന്തറ, അതുപോലെ തന്നെ ബ്രദർ രാജു ജോർജ് ദോഹ അവറുകളാണ്. പ്രിയ സഹോദരങ്ങളെ, എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാത്രിയിലത്തെ ശുശ്രൂഷയിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യുന്നു. കവിത ആലപിക്കുന്നത് പ്രിയമകൾ അക്സാറ്റി സന്തോഷാണ്. പ്രിയമകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവളെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഓർപ്പിച്ചു, 99ാമത്തെ എപ്പിസോഡാണ് ഇന്ന് രാത്രിയിൽ നാം പങ്കെടുക്കുന്നത്. 98 എപ്പിസോഡുകൾ നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയുള്ള സമയം കർത്താവിന്റെ ദാസന്മാർക്കായിട്ട് എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടെ പ്രിയ ദൈവദാസന്മാരെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഒരു ഇന്റർവ്യൂ എന്ന നിലയിൽ നമുക്ക് കടന്നു ചെല്ലാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാ ദൈവമക്കളും ആദ്യോടന്തം കഴിയുന്നിടത്തോളം നിങ്ങളുടെ വീഡിയോ ഓണാക്കി ഈ പരിപാടിയിൽ പങ്കെടുക്കുക. പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇന്ന് രാത്രി ഈ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു.
കാൽവറി നാദത്തിൻ്റെ ഈ 99ാമത് എപ്പിസോഡിൽ കടന്നു വരുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ കർത്തൃദാസൻ അഗസ്റ്റിൻ കെ മാത്യുവിൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ പ്രത്യേക പരിപാടിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 29 വർഷങ്ങളിലെ പരിചയമാണ് എനിക്ക് സഹോദരൻ അഗസ്റ്റിൻ കെ മാത്യുവുമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 1995 പത്തനംതിട്ട ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആ സമയം മുതൽ തന്നെ തുടങ്ങിയ ആ ബന്ധം ഇന്നുവരെയും അതേ ഊഷ്മളതയോടെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ സഹോദരനിൽ കണ്ടെത്തിയിട്ടുള്ള ചില ക്വാളിറ്റീസ്, ആത്മീയമായിട്ടുള്ള ചില മൂല്യങ്ങൾ, അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതേ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കുന്ന ഒരു കർത്തൃദാസനായിട്ട് അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് തന്നെ ധാരാളം താലന്തുകളും കൃപാവരങ്ങളും തന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ തനിക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളൊന്നും താൻ തന്നെ പ്രദർശിപ്പിക്കുവാനായിട്ട് താൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരു കാപട്യമില്ലാതെ മനസാക്ഷിയുടെ നിർമ്മലതയോടെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ മുഖത്ത് താൻ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരുന്നപ്പോഴും സ്വയമായിട്ട് ഒന്നും തന്നെത്താനെ ഉയർത്തുവാൻ ശ്രമിക്കാതെ മുമ്പോട്ട് ജീവിച്ച ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമുക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. താൻ അതിന്റെ മറുപടികൾ നമുക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത് അഗസ്റ്റിൻ ബ്രദർ, സ്വാഗതം ഈ പ്രോഗ്രാമിലേക്ക്. അഗസ്റ്റിൻ ബ്രദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും മനസ്സ് നിറയുന്ന ഒരു സൗഹൃദമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. കാരണം ഒരു കാപട്യമില്ലാത്ത മുഖം, ഉള്ളതുപോലെ സ്വയമായിട്ട് ഒന്നും വെച്ചുകെട്ടില്ലാതെ ദൈവം എന്ത് ആഗ്രഹിക്കുന്നോ അതുപോലെ തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് അഗസ്റ്റിൻ ബ്രദറിനെ കാണുവാനായിട്ട് കഴിയുന്നത്. അഗസ്റ്റിൻ ബ്രദറിന്റെ ജീവിതത്തിന്റെ ഈ വലിയ ദൈവത്തിന്റെ കൃപയുടെ വശത്തേക്ക് വരുന്നതിന് മുമ്പ് അഗസ്റ്റിൻ ബ്രദറിന്റെ ജീവിതത്തിന്റെ തുടക്കം, ജനനം നടത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനനം, അതുപോലെ ബാല്യകാലം, ആ കുടുംബ പശ്ചാത്തലം എല്ലാം ഒന്ന് പറഞ്ഞു തുടങ്ങാം. ദൈവനാമത്തിന് മഹത്വം. കാൽവരി നാദത്തിന്റെ ഈ എപ്പിസോഡിൽ പങ്കെടുക്കുവാൻ വലിയവനായ ദൈവം എനിക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ വരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം എനിക്ക് അനുവാദം നൽകി. അതിനായി പ്രിയ സന്തോഷ് സഹോദരനെ ഓർത്തും പ്രിയ മാംഗുരുവിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഭർത്താവിലേറെ പ്രിയങ്കരനായ ഫിലിപ്പ് ആൻഡ്രൂസ് സഹോദരനോടൊപ്പം ഈ ശുശ്രൂഷ പങ്കിടുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയതിൽ അതിയായ സന്തോഷം. ഞാൻ കോട്ടയം ജില്ലയിൽ കുമരകത്ത് ഉള്ള ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പിതാവിൻ്റെ പേര് മാത്യു ജെ കരിമുണ്ടക്കൽ, അമ്മയുടെ പേര് അന്നമ്മ മാത്യു. മാതാവും പിതാവും 2023 ജനുവരി 9 ഫെബ്രുവരി 17 ഞങ്ങളെ വിട്ട് കടന്നുപോയി. 91 81 വർഷത്തെ ജീവിതത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ 4ാമത്തെ മകനായിട്ടാണ് ജനിച്ചത്. എനിക്ക് 3 ജ്യേഷ്ഠന്മാരുണ്ട്. 1975 ഞങ്ങൾ കുമരകത്ത് നിന്നും കാസർഗോഡ് ജില്ലയിലെ എണ്ണപ്പാറ എന്നൊരു മലയോര മേഖലയിലേക്ക് ഉപജീവനാർത്ഥം എൻ്റെ മാതാപിതാക്കൾ കുടിയേറി. അവിടെയുള്ള പള്ളിയുടെ സ്ഥലം എടുത്ത് ആണ് ഞങ്ങൾ താമസിച്ചത്. പള്ളിയുടെ സ്ഥലം എടുത്ത് താമസിച്ചത് കൊണ്ട് എൻ്റെ പിതാവിനെ അരമന പിതാവ് എന്ന പേരിലാണ് സമൂഹത്തിൽ അറിയപ്പെട്ടത്. പള്ളിയുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. പള്ളിയുടെയും കോൺവെന്റിന്റെയും ഇടയിലാണ് ഞങ്ങളുടെ വീട്. അവിടുത്തെ സെമിത്തേരിയുമായിട്ട് ഏറ്റവും അടുത്ത വീട് ഞങ്ങളുടേതാണ്. അവിടെ ആരെങ്കിലും മരിച്ചാൽ ഏറ്റവും ചുരുങ്ങിയ ദൂരം ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള മൃതശരീരമാണ് ചുമക്കേണ്ടത്. അത്രയും സെമിത്തേരിയായിട്ട് അടുപ്പമാണ്. കത്തോലിക്ക സഭയല്ലാതെ മറ്റൊരു സഭാവിഭാഗം കേട്ടിട്ടില്ല, മറ്റൊരു സഭാവിഭാഗം ഞങ്ങളുടെ നാട്ടിലില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ സാധാരണക്കാരനായ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ പള്ളിയുമായി ഞങ്ങൾക്ക് എല്ലാവർക്കും അതിശക്തമായ ബന്ധമുണ്ടായിരുന്നു. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹം കുര്യാക്കോസ് എന്നാണ് പേര്, അദ്ദേഹം പള്ളിയിലെ അൾത്താരബാലനായിരുന്നു. എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ, അദ്ദേഹമാണ് ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും ആദ്യമായി യേശുവിനെ കർത്താവായി സ്വീകരിച്ച വ്യക്തി, സുവിശേഷകൻ കെ സേവ്യർ മാത്യു. അദ്ദേഹം ദീർഘകാലം മണിപ്പൂരിൽ കർത്താവിന്റെ വേല ചെയ്ത വ്യക്തിയാണ്. ഇപ്പോഴും താൻ മണിപ്പൂരിലെ പ്രവർത്തനങ്ങൾക്ക് രാജപുരത്ത് താമസിച്ചുകൊണ്ട് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. അപ്പോൾ ബാല്യകാലം വളരെ നിറമുള്ള ബാല്യകാലം തന്നെയായിരുന്നു. വളരെ സാമ്പത്തിക ഉയർന്ന കുടുംബമല്ല എങ്കിലും കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന കുടുംബമായിരുന്നുവെങ്കിലും വളരെ പള്ളി ഭക്തിയിൽ ഞങ്ങൾ വളർത്തപ്പെട്ട ഒരു അനുഭവമാണുള്ളത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ സ്കൂളിൽ പോയതിനേക്കാൾ കൂടുതൽ
പള്ളിയിൽ പോയിട്ടുള്ള വിദ്യാർത്ഥിയും സഭാകാര്യങ്ങളിൽ വളരെ ഉത്സാഹത്തോടു കൂടെ മുന്നോട്ട് പോയ വ്യക്തിയുമായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം, ഈ അരമന പിതാവിന്റെ മക്കൾ എന്ന് പറയുന്ന നിലയിൽ സമൂഹത്തിൽ പള്ളി ഭക്തിയുടെ അത്ര ആ ഒരു ആവേശം കാണിച്ചിരുന്ന വ്യക്തി എങ്ങനെയാണ് ഈ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്? അതിന് ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാരിലൂടെ ആരംഭിക്കണം, എന്നാലേ എനിക്ക് എന്നിലേക്ക് അത് വരാൻ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞാൽ എനിക്ക് 3 ജ്യേഷ്ഠന്മാരാണ്. എൻ്റെ മൂത്ത ചേട്ടൻ വീട്ടിലെ കുടുംബകാര്യങ്ങളെല്ലാം നോക്കി ഒരുപാട് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച മനുഷ്യനാണ്. രണ്ടാമത്തെ ജ്യേഷ്ഠൻ, അദ്ദേഹം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു സെമിനാരിയിൽ പഠിക്കാൻ പോയി. പഠിച്ചിട്ടൊരു അവധിക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരു ദേവദാസനെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ കാണുകയും അദ്ദേഹം ആ ദേവദാസൻ ജ്യേഷ്ഠനോട് സുവിശേഷം പറയുകയും ചേട്ടൻ കത്തോലിക്ക സഭയുടെ ആശയങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോട് തർക്കിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവവചനവും പാരമ്പര്യവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ദൈവവചനം വിജയിക്കുകയുള്ളൂ. അപ്പൊ ജ്യേഷ്ഠന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ആ ദേവദാസൻ ബൈബിളിൽ നിന്ന് മറുപടി കൊടുത്തപ്പോൾ ജ്യേഷ്ഠൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ബൈബിൾ വിരുദ്ധമാണ്. അതിനുമുമ്പ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വെളിയിൽ രക്ഷയില്ല, ഒരാൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ കത്തോലിക്ക സഭ അംഗമാകണമെന്നുള്ള പഠിപ്പിലൊക്കെയാണ് ഞാൻ കൊണ്ടായിരുന്നത്. അപ്പൊ ജ്യേഷ്ഠൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ബൈബിളിന് വിരുദ്ധമായ നിലയിലാണ് ജ്യേഷ്ഠന്റെ വിശ്വാസമൊക്കെ പോകുന്നത്. അദ്ദേഹം ബൈബിൾ പഠിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ബൈബിൾ പഠിക്കാനായിട്ട് സെമിനാരിയിൽ പോയി. ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ജ്യേഷ്ഠൻ ഭവനത്തിലേക്ക് വന്ന് ഞങ്ങളോട് സുവിശേഷം അറിയിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കും എൻ്റെ നേരെ മൂത്ത ചേട്ടൻ, ഞങ്ങൾ തമ്മിൽ ചെറിയ മക്കളാണ്. ഞങ്ങൾ മറ്റ് ജ്യേഷ്ഠന്മാർ രണ്ടും ഞങ്ങളെക്കാൾ ഒരുപാട് 15-17 വയസ്സ് പ്രായമുള്ളവരാണ്. അപ്പം ഈ ചേട്ടൻ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ചേട്ടനെ പിതാവ് വീട്ടിൽ നിന്നും പുറത്താക്കി. ആ ജ്യേഷ്ഠൻ ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് താൻ പുറത്താക്കപ്പെട്ടെങ്കിലും കുടുംബക്കാരുടെ മുന്നിലും എല്ലാവരുടെ മുമ്പിൽ താൻ ഒറ്റപ്പെട്ടെങ്കിലും താൻ അറിഞ്ഞ വിശ്വാസത്തിൽ ചേട്ടൻ പിന്മാറി. ചേട്ടൻ ആ വിശ്വാസത്തിന് വേണ്ടി നിന്നു. കുറച്ച് വർഷത്തിന് ശേഷം ജ്യേഷ്ഠ കല്യാണം കഴിഞ്ഞു. അതിന് മൂത്ത ജ്യേഷ്ഠ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്തിനാണ് എൻ്റെ അനുജൻ ഈ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായി പറയും, എന്തുകൊണ്ടാണ് അവൻ സഭ വിട്ടു പോയത്, ഇപ്പോൾ അവൻ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, സേവ്യർമാത്യു രണ്ടാമത്തെ ആളാണ്, മൂത്ത ജ്യേഷ്ഠൻ 1986 ഒരു അന്വേഷണം നടത്തി. 82 സേവ്യർമാത്യു രണ്ടാമത്തെ ചേട്ടൻ വിശ്വാസിയായിരുന്നു. അപ്പോൾ മൂത്ത ചേട്ടൻ അന്വേഷിച്ചു. അദ്ദേഹം നമ്മുടെ നീലേശ്വരത്തുള്ള ബ്രദറൻ സഭയെ ചെല്ലുകയും അവിടെയുള്ള ദേവദാസൻ PS ജോർജുമായിട്ട് പരിചയപ്പെടുകയും ദൈവവചനം കേട്ട് അദ്ദേഹവും രക്ഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അനിയനെടുത്ത തീരുമാനമാണ് ശരിയെന്നുള്ള തീരുമാനത്തിൽ മൂത്ത ചേട്ടനെത്തി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ദേവദാസന്മാർ വരാൻ തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ സഭയ്ക്ക് വേണ്ടി ഞാൻ വാദിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ബൈബിളിൽ നിന്ന് അവർ പറയുന്നതിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പൊ 1987-88 കാലഘട്ടങ്ങളോടുകൂടി ദേവദാസന്മാർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ബാക്കി പിതാവും സഹോദരങ്ങളെല്ലാവരും ഈ വിശ്വാസത്തിൽ വരികയും ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരം നീലേശ്വരത്താണ് ഉൾക്കൊണ്ടത്. ഞങ്ങളുടെ പള്ളിയായിട്ട് ഞാൻ പറഞ്ഞത് 50-100 മീറ്റർ ദൂരം ഞങ്ങൾ ദൂരമുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം 35 കിലോമീറ്റർ ദൂരം നീലേശ്വരത്ത് എന്ന് ആരാധിച്ചു. അപ്പോൾ എന്നോട് ഈ സുവിശേഷം പറഞ്ഞ ദേവദാസന്മാരെല്ലാവരും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മാമോദീസ മുതൽ ശുദ്ധീകരണ സ്ഥലം വരെയുള്ള ഉപദേശങ്ങൾ, കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങൾ വചനവിരുദ്ധമാണെന്ന് കൃത്യമായിട്ട് തെളിയിച്ചത്. അതോടൊപ്പം തന്നെ രക്ഷിക്കപ്പെടുക എന്നൊരു പദവും എനിക്ക് ആ നാളുകൾ പുതുതായിട്ട് കേട്ടു. രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് റോമർ 10:9 ഇവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത്, ഈ റോമർ 10:9 കത്തോലിക്ക സഭക്കാരനായ ഞാൻ ബ്രദറൻ സഭയിൽ ചെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടും എന്നുള്ളതായിരുന്നു എൻ്റെ തെറ്റിദ്ധാരണ. അങ്ങനെ ഈ കർത്തൃത്വം എന്താണെന്നുള്ള തിരിച്ചറിവില്ലാതെ ഞാൻ 1988 ഞാൻ സ്വയം ഒരു പ്രഖ്യാപനം നടത്തി, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടായി. അതിന് കാരണം ഒരു പാട്ടാണ്. എനിക്കൊന്നാമത്തെ ചോദ്യമായിട്ട് വരാനുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, ഞാൻ ബ്രദറിന്റെ അനുഭവങ്ങളെ കുറിച്ച് എനിക്ക് പേഴ്സണലി കുറച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ ബ്രദറിനെ ഏറ്റവും സ്വാധീനിച്ച ഒരു ഗാനം, യേശുവനുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, ആ ഒരു പാട്ട് ബ്രദറിനോട് ദൈവം സംസാരിച്ച ഒരു ഗാനമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ബ്രദർ എഴുതിയ ചില ഗാനങ്ങളും നമുക്ക് പരിചയപ്പെടാനുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ഗാനം കേട്ടതിന് ശേഷം ഈ ഗാനത്തിന്റെ അനുഭവത്തിലേക്ക് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്, അങ്ങേ ഓർക്കാതിരിപ്പാൻ കഴിഞ്ഞിടുമോ എന്ന് പറയുന്ന ഒരു മനോഹര ഗാനം ബ്രദറിന്റെ കേട്ടിട്ടുണ്ട്. ഈ ഗാനത്തിന് ശേഷം അതിന്റെ ഒരു ചെറിയ അനുഭവം കൂടെ പങ്കുവച്ചാലും നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ രാജു ജോർജ് ബ്രദർ, നമുക്കറിയാം ഈ നാളുകളിൽ ദൈവം വളരെയധികം സംഗീത ശുശ്രൂഷയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്തൃദാസനാണ് അദ്ദേഹം. ഇപ്പോൾ ആ ഗാനം നമുക്ക് വേണ്ടി പാടും. അതിനുശേഷം നമുക്ക് അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകാം.
അങ്ങയോർക്കാതിരിക്കാൻ കഴിഞ്ഞിടുമോ? മണ്ണിലെൻ ജീവശ്വാസം നിലയ്ക്കും വരെ സ്തോത്രം പാടാതിരിക്കാൻ കഴിഞ്ഞിടുമോ? അങ്ങ് നൽകിയ നന്മകളോർത്തിടുമ്പോൾ നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായിന്നിതാ. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായിന്നിതാ. രക്താംബരം പോൽ കടും ചുവപ്പണിഞ്ഞൊരൻ ജീവിതത്തിൽ യേശു വന്നു. രക്താംബരം പോൽ കടും ചുവപ്പണിഞ്ഞൊരൻ ജീവിതത്തിൽ യേശു വന്നു. തൂമഞ്ഞു പോലെന്നെ വെണ്മയായി തീർത്തതാൽ നന്ദി ഞാൻ അർപ്പിക്കുന്നു. തൂമഞ്ഞു പോലെന്നെ വെണ്മയായി തീർത്തതാൽ നന്ദി ഞാൻ അർപ്പിക്കുന്നു. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായിന്നിതാ. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായിന്നിതാ. ഇരുളിൻ വീതിയിലിടറി നടന്നോരൻ ജീവിതത്തിൽ യേശു വന്നു. ഇരുളിൻ വീതിയിലിടറി നടന്നോരൻ ജീവിതത്തിൽ യേശു വന്നു. വഴിയും സത്യവും ജീവനുമായവൻ എന്നാത്മമിത്രമായി. വഴിയും സത്യവും ജീവനുമായവൻ എന്നാത്മമിത്രമായി. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായിന്നിതാ. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായിന്നിതാ. നിന്നാലയത്തിൽ നിൻ സേവ ചെയ്തിടുവാൻ രാജപുരോഹിതനാക്കി. നിന്നാലയത്തിൽ നിൻ സേവ ചെയ്തിടുവാൻ രാജപുരോഹിതനാക്കി. തൃത്തടം നിറയുമീ
സ്തോത്രമാം യാഗത്തെ തിരുമുൻപിലർപ്പിക്കുന്നു. ഹൃത്തടം നിറയുമീ സ്തോത്രമാം യാഗത്തെ തിരുമുൻപിലർപ്പിക്കുന്നു. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായിന്നിതാ. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായിന്നിതാ. അങ്ങയോ കാതിരിക്കാൻ കഴിഞ്ഞിടുമോ മണ്ണിലെൻ ജീവശ്വാസം നിലയ്ക്കും വരെ. സ്തോത്രം പാടാതിരിക്കാൻ കഴിഞ്ഞിടുമോ അങ്ങ് നൽകിയ നന്മകളോർത്തിടുമ്പോൾ. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായിന്നിതാ. നന്ദി നാഥ നിനക്കായിരം കോടി സ്തോത്രങ്ങളായിന്നിതാ. താങ്ക് യു രാജു ജോർജ് ബ്രദർ. വളരെ മനോഹരമായ ആലാപനം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസൻ അഗസ്റ്റിൻ കെ മാത്യുവിന്റെ ഗാനരചനയിലെ വരികൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, സാധാരണ നമ്മൾ ക്രിസ്തീയ ഗാനങ്ങളിലൊക്കെ പൊതുവെ ഉപയോഗിച്ചു വരുന്ന ഭാഷാ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല സാഹിത്യ ഭംഗിയുള്ള വാക്കുകൾ, അതേസമയം തന്നെ ജീവിത അനുഭവങ്ങൾ നിറച്ച രചനാരീതി, അത് വളരെ ആകർഷകമായി തോന്നാറുണ്ട്. അപ്പോൾ ഈ ഗാനങ്ങളുടെയൊക്കെ പശ്ചാത്തലം ഞങ്ങൾ കേൾക്കണമെന്നുണ്ട്. എന്നാൽ സഹോദരന്റെ ജീവിതത്തിൽ സഹോദരനെ സ്വാധീനിച്ച ഗാനങ്ങൾ ഏതൊക്കെയാണ്? അതെങ്ങനെയാണ് ജീവിതത്തിന്റെ വഴിത്തിരിവുകളായിട്ട് മാറിയത്? ആദ്യ ഗാനം എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് യേശുവിൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ എന്ന പാട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെ പാപബോധമില്ലാതെ ഞാൻ സ്വയമായി രക്ഷിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ആ സമയത്ത് നീലേശ്വരം പ്രധാന സഭയിലാണ്. അപ്പോൾ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയുടേതായ ഒരു അനുഭവം ഒന്നും എന്നിൽ ഉണ്ടാവുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യേശുവിൻ ഉള്ളത്തിൽ വന്ന നാളിൽ നിന്നുള്ള പാട്ട് മിക്കവാറും തവണ ഞാൻ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ആ ഗാനരചയിതാവ് ആ പാട്ട് എഴുതിയത് യേശുവിന്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എനിക്ക് എന്തു മാറ്റം, വലിയ മാറ്റമുണ്ടായ ആ വലിയ സന്തോഷത്തിൽ എഴുതിയതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നുള്ള ചോദ്യചിഹ്നമായിട്ട് വരാറുണ്ട്. പിന്നീടാണ് ഈ റോമർ 10:9 വിഷയം ശരിക്കും ഞാൻ ചിന്തിച്ചതും കർത്തൃത്വം എന്താണെന്ന വിഷയം മനസ്സിലായതും എനിക്ക് പാപബോധം ഉണ്ടായതും ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ എന്നെ ചിന്തിപ്പിച്ചത് ഈ പാട്ടാണ്. മറ്റൊരു പാട്ടാണ് യേശുനായകൻ സമാധാനദായകൻ എന്തിനാകുലം കലരുന്നൻ മരങ്ങൾ. ഞാൻ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ നാട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ജ്യേഷ്ഠമ്മ, എൻ്റെ നേരെ മൂത്ത ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ മൂത്ത ചേട്ടൻ പറഞ്ഞു, എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത്, നീ ഒരു തീരുമാനം എടുക്കുക, എന്തെങ്കിലും ഭാവി സംബന്ധിച്ച് ഇങ്ങനെ നിന്നാൽ മതിയോ? ഭാവിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തയാണ്, ലോക ധനസൗഖ്യമാർഗമായി കരുതി പോകുന്ന അടർക്കുള്ള വിനക്കില്ലരവി. മനസ്സ് വല്ലാത്ത സംഘർഷത്തിലൂടെ പോകുമ്പോൾ ഈ പാട്ടിന്റെ വരികൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ചിന്ത വന്നു, ദൈവവചനം പഠിക്കാൻ കുമ്പനാട് ബൈബിൾ സ്കൂളിൽ ഞാൻ 94 പോകാൻ കാരണം ഈ പാട്ടാണ്. കുമ്പനാട് ബൈബിൾ സ്കൂളിൽ പഠനം കഴിഞ്ഞ് 1 വർഷത്തിൽ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, എനിക്ക് ദൈവവിളിയൊന്നും ഉണ്ടായിട്ടില്ല, സുശേഷനാണെന്ന് ആഗ്രഹവും ജീവിതത്തിലില്ല. അപ്പോൾ ഭാവിയെക്കുറിച്ച് വീണ്ടും ചിന്തകൾ ഹൃദയത്തിൽ ഇങ്ങനെ സംഘർഷമായിട്ട് വരുമ്പോൾ വീണ്ടും ഈ പാട്ടിന്റെ വരികൾ എന്നോട് സംസാരിച്ചു. ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകുന്ന അറക്കുള്ള വിനക്കിൽ അറുതി ഭൂവിൽ ക്രിസ്തുവുള്ളവനെ പോലെ ഇത്രമാ തനിക്കനില്ല. അപ്പൊ ലോകധനം, ക്രിസ്തുവിലുള്ള ധനം, ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നുള്ള സംഘർഷത്തിന് പരിഹാരം ഈ ഗാനം എനിക്ക് നൽകുകയും ഈ ഗാനത്തിന്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഞാൻ പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ വരാനുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ദൈവവചനം കഴിഞ്ഞാൽ എന്റെ ജീവിതത്തോട് ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് ഗാനങ്ങളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. എത്ര അതിശയമാണ് ദൈവം തൻ്റെ മക്കളെ കൊണ്ട് ഗാനങ്ങൾ എഴുതിപ്പിക്കുമ്പോൾ അത് ദൈവകൃപയിൽ രചിച്ച ഗാനങ്ങളാണെങ്കിൽ അത് ദൈവം തന്നെ അത് ഉപയോഗിച്ച് ആളുകളുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ സന്ദേശം അറിയിക്കുവാനായിട്ട് ഉപയോഗിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. തൻ്റെ ജീവിതത്തിൽ
യഥാർത്ഥത്തിൽ കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് കർത്താവിലൂടെയുള്ള രക്ഷയെ മനസ്സിലാക്കുവാൻ, കർത്തൃത്വത്തെ മനസ്സിലാക്കുവാൻ ഇടയായി. മാത്രമല്ല തൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഈ ലോകത്തിൻ്റെ ധനമല്ല പ്രധാനം, ദൈവത്തിൻ്റെ ഹിതം ആണ് പ്രധാനം എന്നുള്ളത് കണ്ടെത്തി ആ നിലയിൽ തീരുമാനമെടുത്ത് ബൈബിൾ കോളേജിൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബൈബിൾ കോളേജിലെ ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുവാനായിട്ട് ഇടയായത്. ആ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, സഹോദരന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ ഒരു പാട്ടിൽ പറഞ്ഞതുപോലെ ലോകധനമല്ല ദൈവത്തിന്റെ ഹിതമാണ് പ്രാധാന്യം എന്ന് ചിന്തിച്ചതുകൊണ്ടാവാം താങ്കളുടെ ജീവിതത്തിലും താങ്കളുടെ കാഴ്ചപ്പാടിലും ഒക്കെ ആ ഒരു വ്യത്യസ്തത എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ താങ്കളോട് സംസാരിക്കുമ്പോൾ ബാല്യകാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്തൊക്കെ നല്ല സാഹിത്യ അഭിരുചി ഉണ്ടായിരുന്നു. മാത്രമല്ല കലാപരമായിട്ടുള്ള പല ചിന്താഗതി ആ മേഖലകളിൽ ഉപയോഗപ്പെടണമെന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു ഈ ബാല്യകാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്ത് ടീനേജിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടാലന്റുകൾ എന്തൊക്കെയായിരുന്നു? ആ ടാലന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്നായിരുന്നു താങ്കളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പരിജ്ഞാനമില്ലാത്ത ആദ്യകാലങ്ങളിലും എൻ്റെ മനസ്സിന്റെ ആഗ്രഹം, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സാഹിത്യം കലയൊക്കെ ജന്മസിദ്ധമായിട്ടുള്ളതാ. അങ്ങനെ സാഹിത്യപരമായ രചന, പിന്നെ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജന്മസിദ്ധമായി ദൈവം തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടൊരു സെക്കുലർ മേഖലയിൽ പ്രയോജനപ്പെടുന്ന ഒരു നാടക സിനിമാ സംവിധായകനാകണം എന്നായിരുന്നു എന്നെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹവും. എൻ്റെ സുഹൃത്തുക്കൾ എന്നെക്കുറിച്ച് വിലയിരുത്തിയതും അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ടാലന്റ് ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ ഈ ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുമ്പോൾ അത് ആ ഒരു ടാലന്തും കൂടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നൊരു ചിന്ത ഒന്നുണ്ടായിരുന്നോ? ദൈവത്തിന് വേണ്ടി ആ താലന്ത് പ്രയോജനപ്പെടുത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ഈ നാടകവും സിനിമയും ഒന്നും നമ്മുടെ ആത്മീക മേഖലയ്ക്ക് പറ്റാത്തതായതുകൊണ്ട് എന്നെ പഠിപ്പിച്ച ഒരു സാറ് തന്നെ പറഞ്ഞു, അതൊന്നും ദൈവജനത്തിന് പറ്റുന്ന കാര്യമല്ല സഹോദര എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അവിടെ ആ ആഗ്രഹം മനസ്സിൽ നിന്ന് പോയി. ഓക്കെ. പത്തനംതിട്ട ബൈബിൾ കോളേജിന്റെ പഠനത്തിന് ശേഷം ഒരു ചെറിയ കാലഘട്ടം ചില ജോലിയുമൊക്കെയായി മുമ്പോട്ട് പോയ കാര്യം എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയോ ഒരു 4 ലക്ഷം രൂപയുടെ ഒരു കഥയുണ്ട്. ആ കഥയെ നിങ്ങൾക്ക് കേൾക്കാൻ ഇടയാൽ സന്തോഷമാണ്. ഞാൻ ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പത്തനംതിട്ട ബൈബിൾ കോളേജിലെ പഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒത്തിരി നിരാശനായിട്ടാണ് ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. ദൈവവിളി എനിക്ക് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ എനിക്ക് ചില വേദനകൾ ഹൃദയത്തിലുള്ളത് കൊണ്ട് ഒരുതരം മാനസിക തകർച്ച എനിക്ക് ഉണ്ടാവുകയും ലോകധനം സൗഖ്യമാർഗമായി കരുതണം എന്നുള്ള ചിന്ത വന്നു. നേരത്തെ ആ പാട്ടാണ് എന്നെ ബൈബിൾ കോളേജിൽ എത്തിച്ചെങ്കിലും ഇനി കുറച്ചു കാലം ലോകധനം സൗഖ്യമാർഗമായി കരുതണം. പക്ഷെ പോകും നരക്കുള്ള വിനക്കിൽ ഒരു അറുതി എന്നത് പാടിക്കൊണ്ടിരുന്ന ഒരു കാര്യം, പക്ഷെ അനുഭവിച്ച് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഞാനൊരു അമേരിക്കൻ മാർക്കറ്റിംഗ് കമ്പനി 4 ലക്ഷം രൂപ ഉണ്ടാക്കി. എൻ്റെ ചിന്ത ഇതായിരുന്നു, ദൈവത്തെ സേവിക്കുക, ആരുടെയും സഹായം കൂടാതെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ദൈവത്തെ സേവിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ 2.5 വർഷക്കാലം ഒരു അമേരിക്കൻ മാർക്കറ്റിംഗ് കമ്പനി ഞാൻ ജോലി ചെയ്തു. അതെന്റെ കാലഘട്ടം ഞാൻ മനസ്സിലാക്കുന്നത് അതെന്റെ ദൈവത്തിന്റെ പാഠശാലയായി ഞാനത് മനസ്സിലാക്കുക. കാരണം എന്റെ ജീവിതത്തിൽ ഒട്ടുമില്ലാതിരുന്ന ഒരു കാര്യമാണ് വിൽ പവർ, ഇച്ഛാശക്തി എന്നുള്ളത്. 2, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നിൽ ആശ്രയിച്ച് എന്റെ കഴിവിലും എന്റെ സമ്പത്തിലും എന്റെ കഴിവിലും ആശ്രയിച്ച് കർത്താവിനെ സേവിക്കാമെന്നുള്ള തീരുമാനമായിരുന്നു എൻ്റെ. അത് തെറ്റായ കാഴ്ചപ്പാടാണ്. അപ്പൊ ആ കാഴ്ചപ്പാടുകളെ ദൈവം അടിച്ചു പരത്തി ദൈവാശ്രയത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് നീ ഒരു വട്ടപൂജ്യമാണെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച ഒരു മേഖല എനിക്ക് മാർക്കറ്റിംഗ് മേഖലയിലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ തന്നെ ഗാനങ്ങളും അല്ലെങ്കിൽ എൻ്റെ തന്നെ ചില പ്രസംഗങ്ങൾ എന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവുകയും 1999 ഞാൻ ദൈവകരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ഹൃദയത്തിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിവായി പോയ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അല്ലെങ്കിൽ വലിയൊരു മഴ പെയ്തൊഴിഞ്ഞ കാർമേഘം മൂടിയ അന്തരീക്ഷത്തിൽ മഴ പെയ്തൊഴിഞ്ഞ ഒരു ശാന്തത എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുകയുണ്ടായി. അതിനുശേഷം ബ്രദറെ 25 വർഷമായി ഞാൻ ക്രിസ്തീയ ജീവിതം ഒരു ദൈവദാസൻ എന്ന നിലയിൽ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചങ്ങ് ആസ്വദിക്കുന്നുണ്ട്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ച് എന്തോ ഒരു മാറ്റം സംഭവിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ 1999 പറഞ്ഞ ആ സംഭവം തന്നെയാണെന്ന് തോന്നുന്നു. അത് അല്പം കൂടി ഒന്ന് വിശദീകരിച്ച് പറയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ കാഴ്ചപ്പാട് ഇതാണ്. എനിക്ക് എന്റേതായ വഴികളും എന്റേതായ വിചാരങ്ങളുമുണ്ട്. അതുകൊണ്ട് 4 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു.
പക്ഷെ ദൈവം എന്നെ 4000 രൂപ കടക്കാരനും ഒരു രോഗിയുമാക്കി തീർത്തു. അങ്ങനെ ഞാൻ ഒരു മാസം സുഖമില്ലാതെ പെരിന്തൽമണ്ണയ്ക്ക് സമീപമുള്ള ചെറുകര എന്ന സ്ഥലത്ത് ഞാൻ ഒരു റൂമിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഞാൻ 4000 രൂപ കടമുള്ളത്. അത് കടം വീട്ടണമെന്നൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ മാർക്കറ്റിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും എൻ്റെ കൂടെയുള്ള എൻ്റെ റൂംമേറ്റ് ആയിരിക്കുന്നവർ പറഞ്ഞു, താങ്കൾ ഇങ്ങനെ പോകേണ്ട ഒരാളല്ല. ഒരു കത്തോലിക്കനായ വ്യക്തി എന്നോട് പറഞ്ഞു, അഗസ്റ്റിൻ ഒരു മിഷണറി ആയി സുവിശേഷകനായി ജീവിക്കേണ്ട ആളാണ്. എന്തോ താങ്കളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊരു കത്തോലിക്ക സുഹൃത്ത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തർക്കിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഉള്ളിൽ അത് കേൾക്കുമ്പോൾ ഒരു കുത്തലുണ്ടാകുന്നുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹം ജോലിക്ക് പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലെ എൻ്റെ കാഴ്ചപ്പാടുകളും ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങളും ഒക്കെ ഞാൻ ആ ദിവസങ്ങളിൽ ഓർത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ വിചാരങ്ങളും ദൈവത്തിന്റെ വഴികളും എൻ്റെ വഴികളെക്കാൾ, എൻ്റെ വിചാരങ്ങളെക്കാൾ ഉന്നതമാണ്, ഉത്തമമാണ്. ഞാൻ ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വഴികളിലൂടെ, എൻ്റെ വിചാരങ്ങളിലൂടെ. പക്ഷെ എന്നെ ഈ കത്തോലിക്ക പശ്ചാത്തലത്തിൽ കർത്താവ് രക്ഷിച്ച് കർത്താവിന്റെ മകനാക്കി ഈ കർത്താവിന്റെ വചനം പഠിപ്പിച്ച് കർത്താവിന്റെ നാമമഹത്വത്തിനായി വിനിയോഗിക്കാൻ ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ഇല്ലെങ്കിൽ കർത്താവ് ലക്ഷക്കണക്കിന് കത്തോലിക്കർക്ക് ഇന്നും ഈ സത്യം മനസ്സിലായിട്ടില്ല. പള്ളിയുടെ മുറ്റത്ത് നിന്ന് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഈ സത്യം മനസ്സിലാക്കി വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് സമൂഹത്തിന്റെ ആട്ടും തുപ്പൊക്കെ മേടിച്ച് ദൈവഭാഗത്തേക്ക് വന്ന് ഈ ദൈവകൃപയിൽ നിലനിന്ന് പോയത് ഇന്ന് പിന്മാറി പോകാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന് ശക്തമായ ഉപയോഗം ഉണ്ടെന്നൊരു തിരിച്ചറിവ് എനിക്ക് ആ നാളുകളിൽ ഉണ്ടായി. അങ്ങനെ ഞാനൊരു ജോലിയോട് ബന്ധപ്പെട്ട് കോഴിക്കോടേക്ക് പോകുന്ന വഴിക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് മുന്നോട്ടേക്ക് ചലിക്കാൻ പറ്റും. അതായത് ചില ദിവസങ്ങളായി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മസംഘർഷത്തിന്റെ ഒരു നൂൽപ്പാലത്തിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഒന്നിൽ ഒരു 99 മെയ് മാസം 10-ാം തീയതി ഞാൻ കോഴിക്കോടേക്ക് പോകുന്ന വഴിക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക്, അപ്പോൾ ഞാൻ മനസ്സിനെ ഇങ്ങനെ രാവിലെ പുറപ്പെടുമ്പോഴൊക്കെ മനസ്സിൽ സമ്മർദ്ദമുണ്ട്. പക്ഷെ ഞാൻ അതിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുക. വേണ്ട വേണ്ട വേണ്ട. അപ്പൊ ഈ ദൈവാത്മാവിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാനായിട്ട് അതിനെ എതിർത്തുകൊണ്ടിരിക്കുക. പക്ഷേ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാൻ കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുമ്പോൾ എനിക്ക് ട്രെയിൻ വരുന്നിട്ടും എനിക്ക് അവിടുന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു സംഘർഷം എൻ്റെ മനസ്സിൽ. ഇന്ന് ട്രെയിൻ പോയി, ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഇനി മുന്നോട്ടേക്ക് നീ പോകരുതെന്ന ഒരു ശബ്ദം എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തരുന്നതായിട്ട് എനിക്ക് തോന്നുകയും ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ദൈവകരങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ എന്നെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യും. അത്ര മനോഹരമായിരിക്കുന്നു. ദൈവം തൻ്റെ ദാസനെ തൻ്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കുമ്പോൾ, ആ വിളി ലഭിക്കുമ്പോൾ അതിനോടുള്ള അനുസരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരന്റെ ഗാനങ്ങളിലൊക്കെ അങ്ങനെയുള്ള ആശയങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മുന്നിൽ നീ വരണം നാഥ, പിന്നിൽ മാത്രം ഞാൻ എന്ന് പറയുന്ന ഒരു അനുഭവം. ഇനി എൻ്റെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം നീ ആയിരിക്കണം, നീയാണ് എന്നെ നയിക്കേണ്ടത് എന്ന് പറയുന്ന ആശയം. അടുത്ത ഗാനം നമ്മൾ അത് തന്നെ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. അത് കർത്താവിന്റെ ദാസൻ രാജു ജോർജ് പാടുന്നതിന് മുമ്പായിട്ട് സഹോദരൻ ആ ഗാനം രചിക്കുവാനുണ്ടായ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ആ ഗാനം ഞാൻ രചിച്ചിട്ടൊരു 2 വർഷത്തിലധികമായിട്ടില്ല. ദൈവം ഈ നാളുകളിൽ കോവിഡ് സമയത്ത് ആണ് മറഞ്ഞിരുന്ന എന്നെ ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നത്. വിവിധങ്ങളായ ശുശ്രൂഷകൾ സൂം പ്ലാറ്റ്ഫോമുകളിൽ കർത്താവ് എനിക്ക് നൽകിയത്. അപ്പോൾ കർത്താവിന്റെ വേലക്ക് ഇറങ്ങിയിട്ട് 23 വർഷവും ഞാൻ ഈ കാസർഗോഡ് ജില്ലയുടെ ഒരു മലയോര ഗ്രാമത്തിൽ ഈ ജില്ലയിലുള്ളവർക്ക് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവദാസനായി ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ഹൃദയതന്ത്രികൾ എന്ന പീരുമേടുകാരുടെ സഭയുടെ ഒരു സംഗീത പ്രോഗ്രാമിൽ ആദ്യമായി ഞാൻ അവതാരകനായെത്തി. അതിനുശേഷം നിരവധി എപ്പിസോഡുകളുടെ അവതാരകനായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പ്രത്യേകമായ എപ്പിസോഡിന് ഞാൻ വീട്ടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, അവതാരകനായിട്ട് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ടിന്റെ നറേഷൻ ഞാൻ വളരെ മനോഹരമായ ഭാഷയിൽ എൻ്റെ വീട്ടിൽ നിന്ന് അവതരിപ്പിച്ചു. കാരണം എന്നെ ദൈവകൃപയാൽ ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുന്നത് മലയാള ഭാഷയുടെ അവതരണ രീതി കൊണ്ട് ശ്രദ്ധിക്കപ്പെടാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകി. പക്ഷേ ആ ഒരു നല്ല മലയാളം ഞാനൊരു 2 മിനിറ്റ് നേരം ആ ഇടതടവില്ലാത്ത നല്ല അനർഗളമായ ഒഴുക്കോട് കൂടി ഞാൻ ആ പാട്ടിന് നരേഷൻ കൊടുത്തിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വെൽഡൺ, സൂപ്പർ അഗസ്റ്റിൻ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ പറ്റി ഇങ്ങനെ മതിമറന്ന് ഞാൻ ഇങ്ങനെ ആത്മവിശ്വാസത്തിന്റെ, അമിതാത്മവിശ്വാസത്തിന്റെ, അഹങ്കാരത്തിന്റെ കൊടുങ്കാട്ടിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ സാധാരണ പലപ്പോഴും മനസ്സിങ്ങനെ ഭ്രമകൽപ്പന വിട്ട് മറ്റു പാതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ തിരിച്ചു വരാറുണ്ട്. പക്ഷെ അന്ന് തിരിച്ചു വന്നില്ല. ഞാൻ ഒരുപാട് ഇങ്ങനെ സ്വയലോകത്തിൽ കടന്നിങ്ങനെ അങ്ങനെ ആഹ്ലാദിച്ച് സ്വയം മറന്ന് ഞാൻ സൂപ്പറാണെന്ന് ഞാൻ എന്നെ തന്നെ മാർക്കിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് ആൻഡ്രൂസിന്റെ ജീവിതത്തിലുണ്ടായ തരത്തിലുള്ള അനുഭവം തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായി.
ഒരു ചോദ്യം എന്നോട് ചോദിച്ചടാ, ആരും അറിയാതിരുന്ന നിന്നെ 23 വർഷം ആരും അറിയാതിരുന്ന നിന്നെ 4 സൂം പ്ലാറ്റ്ഫോമിൽ അവതാരകനായി ഞാൻ കൊണ്ടുവന്നപ്പം നിനക്ക് മലയാള ഭാഷ നൽകിയത് ഞാൻ, അവതരിപ്പിക്കാനുള്ള കഴിവ് നൽകിയത് ഞാൻ, ഓർമ്മ നൽകിയത് ഞാൻ, ഇപ്പൊ ഞാൻ പുറകിലും നീ മുന്നിലും വന്നോ എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അത് വല്ലാതെ എന്നെ പിടിച്ചു കുലുക്കി. അപ്പോൾ നമുക്കെപ്പോഴും മറ്റാരും അറിയാത്ത ഒരു സ്വയലോകം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ സ്വയലോകത്തിലാണ് ഉയർച്ചകളും അതുപോലെ നിഗളവും ഒക്കെ ഉള്ളത്. അത് ദൈവം കാണുന്നുണ്ട്, ലോകത്തിൽ ആരും കാണുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. അത് ആ ദൈവത്തിന്റെ, ഇപ്പം ദൂതനെ പറ്റി നമ്മൾ വായിക്കുന്നത്, ദൂതൻ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ തന്നെ, നെബൂഖദ്നേസർ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഇടപെടുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദൈവം ഹൃദയ നിരൂപണങ്ങളിലുള്ള അഹങ്കാരത്തോട് ക്ഷമിക്കാത്തവനാണ്. അത് ദൂതനോട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമുക്ക് നെബൂഖദ്നേസറിനോട് ബന്ധപ്പെട്ട് വ്യക്തമായി മനസ്സിലാക്കുന്നത് എന്നോട് ബന്ധപ്പെട്ടും ദൈവം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിന്റെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം നൽകുകയും ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് കുറ്റബോധത്തോടു കൂടി ഞാൻ എന്റെ ഹൃദയത്തിൽ വന്നിട്ടുള്ള തെറ്റുകളെ ഏറ്റു പറയുകയും ചെയ്യുന്ന വരികളാണ്. അതൊരു പേപ്പർ നനഞ്ഞ കണ്ണീരോടുകൂടി എഴുതിയ ഗാനമാണ് മുന്നിൽ നീ വരണം എന്ന ഗാനം. ദൈവത്തിന്റെ മഹത്വം. അത്ര മനോഹരമായ ഒരു ഗാനം പിറക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച ആ ഒരു പശ്ചാത്തലം കാരണമായി എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പൊ നമുക്ക് ആ മനോഹരമായ ഗാനം ഒന്ന് ശ്രദ്ധിക്കാം. കർത്തൃദാസൻ രാജു ജോർജ്. മുന്നിൽ നീ വരണം നാഥ, നീ മാത്രം വരണം, പിന്നിൽ മാത്രം ഞാൻ, എന്നും പിന്നിൽ മാത്രം ഞാൻ, പിന്നിൽ മാത്രം ഞാൻ, എന്നും പിന്നിൽ മാത്രം ഞാൻ. ലോകമോഹങ്ങൾ നേടുമുയർച്ചകൾ, ലോകമോഹങ്ങൾ നേടുമുയർച്ചകൾ പിന്നിലായിടണം, മുന്നിൽ നീ നടന്നിടണം, മുന്നിൽ നീ വരണം നാഥ, നീ മാത്രം വരണം, പിന്നിൽ മാത്രം ഞാൻ, എന്നും പിന്നിൽ മാത്രം ഞാൻ. ജഡമങ്ങുയരുന്നേ പ്രശംസ നേടുവാൻ, ജഡമങ്ങുയരുന്നേ പ്രശംസ നേടുവാൻ, തുണയായി നീ വരണേ, എന്നെ ഘോഷനാക്കിയിടണേ, മുന്നിൽ നീ വരണം നാഥ, നീ മാത്രം വരണം, പിന്നിൽ മാത്രം ഞാൻ, എന്നും പിന്നിൽ മാത്രം ഞാൻ.
നിന്നെ മറന്നു ഞാൻ ചെയ്തിടും കാര്യങ്ങൾ, നിന്നെ മറന്നു ഞാൻ ചെയ്തിടും കാര്യങ്ങൾ നഷ്ടമായിടേണമേ. എന്നെ ലജ്ജിതനാക്കേണമേ. മുന്നിൽ നീ വരണം നാഥ, നീ മാത്രം വരണം. പിന്നിൽ മാത്രം ഞാൻ, എന്നും പിന്നിൽ മാത്രം ഞാൻ. നിൻ പരിജ്ഞാനത്തിൻ എതിരായുയരുന്ന, നിൻ പരിജ്ഞാനത്തിൻ എതിരായുയരുന്ന ചിന്തകൾ തകർക്കേണമേ. എൻ്റെ നിഗളം പൊറുക്കേണമേ. മുന്നിൽ നീ വരണം നാഥ, നീ മാത്രം വരണം. പിന്നിൽ മാത്രം ഞാൻ, എന്നും പിന്നിൽ മാത്രം ഞാൻ. പരമവിളിയുടെ വിരുദ് നേടുവാൻ, പരമവിളിയുടെ വിരുദ് നേടുവാൻ ലക്ഷ്യബോധം തരണേ. എന്നെ നിൻകരം പിടിക്കേണമേ. മുന്നിൽ നീ വരണം നാഥ, നീ മാത്രം വരണം. പിന്നിൽ മാത്രം ഞാൻ, എന്നും പിന്നിൽ മാത്രം ഞാൻ. താങ്ക് യു രാജു ബ്രദർ. വളരെ മനോഹരമായ ആലാപനത്തെ ഓർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പാട്ട് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ഓരോരുത്തരും ഈ പാട്ട് ഒന്ന് ധ്യാനിച്ച് കേൾക്കേണ്ടതാണ്. നമ്മുടെ ഒക്കെയും സ്വയപ്രശംസ എന്ന് പറയുന്ന വലിയ രോഗത്തിന് ഒരു മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. ഇത് ശരിക്കും ശ്രദ്ധിച്ചാൽ നമ്മുടെ കണ്ണുകൾ ഈറാനണിയാതെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുകയില്ല. കാരണം നമ്മുടെയൊക്കെയും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ തന്നെ ശത്രു വസിക്കുകയാണ്, നമ്മുടെ ജഡം. ആ ജഡമാണ് പലപ്പോഴും ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീക സന്തോഷത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുവാൻ കഴിയാതെ, ആത്മീയത എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പരാജയപ്പെടുന്ന അനേക ജീവിതങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തോട് ഈ പാട്ട് സംസാരിക്കട്ടെ. കർത്താവ് മുന്നിൽ വരണം, നമ്മുടെ സ്വയം ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു മനോഹര അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ഈ പാട്ട് എഴുതുവാൻ ദൈവം ഉപയോഗിച്ചതോർത്ത് ഞാൻ പ്രത്യേകാൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, കോവിഡിന്റെ കാലഘട്ടത്തിന് ശേഷം സഹോദരൻ പറഞ്ഞതുപോലെ സൂം പ്ലാറ്റ്ഫോമുകളിലാണ് വളരെയധികം അഭിമുഖങ്ങളിലൂടെയും അവതാരകൻ എന്നുള്ള നിലയിലൊക്കെ അഗസ്റ്റിൻ മാത്യു എന്ന് പറയുന്ന ദേവദാസൻ ശ്രദ്ധിക്കപ്പെട്ടത്. അന്ന് ഇത്ര മനോഹരമായ സാഹിത്യ പശ്ചാത്തലത്തോടെ അല്ലെങ്കിൽ സാഹിത്യത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സഹോദരൻ ആരാണ് എന്ന് അനേകർ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും നാളും എന്തുകൊണ്ടാണ് അദ്ദേഹം മറഞ്ഞിരുന്നത് എന്നുള്ള ഒരു ചോദ്യവും ആളുകൾക്കുണ്ടായി. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഇന്റർവ്യൂ തുടങ്ങിയത് ഈ 3-4 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് 2000 ആണ്ടിലോ മറ്റോ തോന്നുന്നു ഒരു ഇന്റർവ്യൂ താൻ നടത്തിയതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ ഇന്റർവ്യൂ? അതിനുശേഷം കുടുംബ പശ്ചാത്തലങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞ് നമുക്ക് മുമ്പിലേക്ക് വരാം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാർത്ഥിച്ചത്
എൻ്റെ വിവാഹത്തിന് വേണ്ടി തന്നെയാണ്. പിന്നീട് അത്രയും ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അപ്പോൾ കുടുംബജീവിതം ഒരിക്കലും ഒരു പരാജയമാകാൻ പാടില്ല. അതുകൊണ്ട് ദൈവം തരുന്ന പങ്കാളി കൃത്യമായിരിക്കണം എന്നുള്ള വിഷയത്തിൽ ഞാൻ 20 വയസ്സ് മുതൽ പ്രാർത്ഥിച്ച വ്യക്തിയാണ്. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് എന്നെ അയക്കണം. അതല്ലാതെ ഒരുപാട് വീടുകളിൽ ചെന്ന് ചായ കുടിച്ച് രക്ഷിക്കപ്പെട്ടപ്പോഴാ സ്ഥാനപ്പെട്ടപ്പോഴാന്ന് ചോദിച്ചിട്ട് വരാനിടയാകരുത്. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊന്ന് വേലയ്ക്ക് വേർതിരിഞ്ഞില്ല എങ്കിലും എനിക്ക് വരുന്ന ജീവിത പങ്കാളി സുവിശേഷത്തെ വേലയ്ക്ക് താല്പര്യമുള്ള ആളായിരിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിവാഹ ആലോചന വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ മിനിയെ കാണുവാനായിട്ട് കടകൾക്ക് ചെന്നു. കർത്തദാസൻ KV തോമസ് പുന്നക്കുന്നതിനോട് ചേർന്നാണ് ഞാനന്ന് പോയത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനും അദ്ദേഹവും കൂടിയാണ് ഞങ്ങൾ മിനിയെ കാണാൻ പോയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ചായ കുടിച്ച് 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇറങ്ങി വരില്ല, എനിക്ക് എൻ്റെ ജീവിതം എന്താണ്, എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇത്തിരി സമയം സംസാരിക്കണം. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യ ഇന്റർവ്യൂ 45 മിനിറ്റ് നേരം മിനിയുമായിട്ടാണ് ചെയ്തത്. അതിനുശേഷം ഞാനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരു 10 ദിവസം താമസിച്ചു. ആ ദിവസങ്ങളും എനിക്ക് നല്ല സംഘർഷമുള്ള ദിവസമായിരുന്നു. എന്നാൽ ദൈവഹിതം അത് തന്നെയാണ് എന്ന് പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ സമ്മതം മൂളുകയും 10 ദിവസത്തിന് ശേഷം സമ്മതം മൂളുകയും 2000 ജനുവരി 26 ഞങ്ങളുടെ വിവാഹം നടത്തുകയും ചെയ്തു. മിനി കിണർമുഖ സ്വദേശിയാണ്. മിനിയുടെ 2 സഹോദരന്മാരും കർത്താവിന്റെ വേലയിലാണ്. സേവ്യർ ആന്റണി ഗുജറാത്തിൽ ബറൂച്ചിൽ പ്രവർത്തിക്കുന്നു. ബെന്നി ആന്റണി കിണർമുഖ സഭാ സുവിശേഷകനാണ്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവം 3 മക്കളെ നൽകിയിട്ടുണ്ട്. മൂത്ത മകൾ എസ്തേർ, അവള് PG പഠിക്കുന്നു. MPH മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നൊരു വിഷയമാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മകനാണ് ഗായസ്, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് BSW 2ാം വർഷ വിദ്യാർത്ഥി. ഇളയ മകൾ ബീവൽ, അവള് 3ാം ക്ലാസ് പഠിക്കുന്നു. കുടുംബ പശ്ചാത്തലം പറഞ്ഞതിൽ പ്രത്യേകം സന്തോഷം. ഇതിനിടയിൽ സഹോദരൻ ഈ താലന്തുകളും കൃപാവരങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ പൊതുവെ വെളിപ്പെട്ട് വന്നത് ഈ പറയുന്നത് പോലെ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിരുന്ന ഈ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ കേരളക്കര അഗസ്റ്റിൻ മാത്യു എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ, ഇത്ര സാഹിത്യ ഭംഗിയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം, മാത്രമല്ല ഗാനരചയിതാവ്, കവിത രചയിതാവ്, അങ്ങനെയൊക്കെയുള്ള നിലകളിൽ ലോകം അറിയുവാൻ തുടങ്ങിയത് ഈ ചെറിയ കാലഘട്ടത്തിന് മുമ്പാണ്. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് എന്തായിരുന്നു? സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം എവിടെയൊക്കെയാണ് പ്രവർത്തിച്ചത്? എന്തൊക്കെയായിരുന്നു പശ്ചാത്തലങ്ങൾ? ഞാൻ 2000 മുതൽ 2003 വരെ താമസിച്ച് പ്രവർത്തിച്ചത് ഞങ്ങളുടെ രാജപുരം സ്ഥലസഭ പ്രവർത്തിച്ച് കർണാടകത്തിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ കല്ലുകുണ്ടി എന്ന ഗ്രാമത്തിൽ ഒരു സഭാ കൂടിയൊരു ഉണ്ടായിട്ടുണ്ട്. ആ സഭയുടെ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് 2000 മുതൽ 2003 വരെ കല്ലുകുണ്ടി എന്ന സ്ഥലത്ത് താമസിച്ച് അവിടെയുള്ള ദൈവജനത്തെ ദൈവജനം പഠിപ്പിച്ചു. അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഒരു സാധ്യതയില്ലാത്ത പരസ്യ പ്രവർത്തനങ്ങൾക്ക് 20-25 വർഷം മുമ്പ് തന്നെ വളരെ പ്രതികൂലമുള്ള ഒരു മണ്ണാണ്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. പിന്നെ 2003 മുതൽ 2006 വരെ ഞാൻ ഗുജറാത്തിൽ അഹമ്മദാബാദിലായിരുന്നു. അവിടെ കർത്താവിന്റെ ദാസൻ PT വർഗീസ് അഹമ്മദാബാദിനോട് ചേർന്ന് അവിടെയുള്ള ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുകയും നരേന്ദ്രമോദിയുടെ മണ്ഡലമായിരുന്ന മണിനഗർ, ബട്ടുവ എന്നീ മേഖലകളിൽ കർത്താവിന്റെ വേല ചെയ്യുകയും ചെയ്തു. തിരിച്ച് 2006 എനിക്ക് കുടുംബത്തോട് ബന്ധപ്പെട്ട് എനിക്ക് അതുപോലെ തന്നെ ഒരു സംതൃപ്തമായ വേല എനിക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തോട് തുടർന്നു. അങ്ങനെ പല കാരണങ്ങളെ തുടർന്ന് ഞാൻ തിരിച്ച് 2006 രാജപുരത്തേക്ക് വരികയും കാസർഗോഡ് ജില്ലയിലുള്ള പ്രവർത്തനങ്ങളിൽ കൂട്ടു സഹോദരന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ മുമ്പുണ്ടായിരുന്ന കല്ലുകുണ്ടി സഭയിലുള്ള ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് അവിടെയുള്ള ദൈവജനത്തോടും ചേർന്ന് കാസർഗോഡും ദക്ഷിണ കന്നഡ ജില്ലയിലുമായിട്ടാണ് കർത്താവിനെ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൃപാവരങ്ങളും താലന്തുകളും ധാരാളം ദൈവം ദാനമായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെങ്കിൽ അത് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ദൈവം തന്നതാണ് താലന്തുകൾ, ദൈവം തരുന്നതാണ് കൃപാവരങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും പലപ്പോഴും പല ആളുകളും അത് ഉപയോഗിക്കുമ്പോൾ അത് സ്വയപ്രശംസയ്ക്കും സ്വയ ഉയർച്ചയ്ക്കുമായി തീരുന്നു എന്നുള്ളൊരു സാഹചര്യം നമ്മൾ പൊതുവെ കാണാറുണ്ട്. എങ്ങനെയാണ് സഹോദരന്റെ ജീവിതത്തിൽ ഈ താലന്തുകളും കൃപാവരങ്ങളും ഒരു സ്വയം ഉയർച്ചയ്ക്കായിട്ട് തീരാതെ ആ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നത്? നമുക്കറിയാം, താലന്ത് ഒരാൾക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്ന വാസനകളും കൃപാവരം രക്ഷിക്കപ്പെടുമ്പോൾ കൃപയാൽ ദൈവം കൊടുക്കുന്ന ആ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുന്ന വരവുമാണ്. നിരവധി കാര്യങ്ങൾ ദൈവം ജന്മസിദ്ധമായി എനിക്ക് നൽകിയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ കൃപാവരവും ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടിന്റെയും മേലെ ദൈവത്തിന്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഡിവൈൻ എനർജി നമ്മുടെ ശുശ്രൂഷകളുടെ മേൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ താലന്തും
നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കൃപാവരവും വ്യർത്ഥമാണ് എന്നാണ് ഞാൻ ജീവിതാനുഭവം കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ വിശേഷിച്ച് രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് ടാലന്റ് കൊണ്ട്, കൃപാവരമുണ്ട്, ആർജിതമായ കഴിവുകളുമുണ്ട്. അപ്പോൾ ഇത് മൂന്നും ദൈവകൃപയുടെ ആ നിയന്ത്രണത്തിനുള്ളിൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനുള്ളിലല്ല അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അത് അമ്പേ പരാജയപ്പെടും. ദൈവം എന്നെ ഒരു 25-30 വർഷം മുമ്പ് അടിച്ച് പരിക്കേൽപ്പിച്ച് എന്നെ പഠിപ്പിച്ചൊരു അനുഭവം ഇതോട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ കുമ്പനാട് ബൈബിൾ സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പ്രസംഗ മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളതാണ്. ഞാൻ പ്രസംഗ മത്സരത്തിൽ തോക്കാത്ത ഒരാളാണ്. 5 മിനിറ്റ് മുമ്പ് ഏത് വിഷയം കിട്ടിയാലും പ്രസംഗിക്കുന്ന ആളാണ്. എനിക്ക് നല്ല മലയാളം ഉണ്ട്, ഞാൻ പ്രസംഗിച്ച് കാണിച്ചു തരാം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പരസ്യവും വരുമ്പോൾ ബ്രദറിന്റെ പ്രസംഗം കേൾക്കണം. അങ്ങനെ പരസ്യയോഗങ്ങൾ വരുമ്പോൾ എനിക്ക് അവസാനത്തെ പ്രസംഗ ആണ് എനിക്കുള്ളത്. അപ്പൊ അതിനു മുമ്പ് എൻ്റെ കൂട്ടു സഹോദരന്മാർ പലരും, നല്ല ദൈവകൃപയുള്ള സഹോദരന്മാർ, അവര് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വന്നിട്ട് എന്നോട് പറയും, അഗസ്റ്റിൻ ബ്രദറിന്റെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുക, കാരണം ഞങ്ങൾക്ക് ഇതുവരെ പ്രസംഗ മത്സരത്തിൽ സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾ സ്റ്റേജിൽ കയറാത്തവരാ. അപ്പൊ ഞാൻ പറയും, മനസ്സിൽ പറയും, നിങ്ങളൊന്നും എൻ്റെ അത്ര ഒക്കുകയല്ല, ഞാൻ 5 മിനിറ്റ് മുമ്പ് പ്രസംഗിക്കുന്നവനാ, വിഷയം കിട്ടിയ ഏത് വിഷയം പ്രസംഗിക്കുന്നവനാ, അത്ര വായനയും ഓർമ്മയും എനിക്കുണ്ട്, നിങ്ങൾക്ക് ഇതൊന്നുമില്ല. അപ്പൊ ഇവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ പുച്ഛിക്കവരെ. അപ്പൊ അവരെന്നെ വളരെ ആവേശത്തോടുകൂടി കാണുന്നു, ഞാൻ അവരെ പുച്ഛിക്കുന്നു. അവസാനം എന്റെ ദിവസം, പ്രസംഗിക്കാനുള്ള ദിവസം, കുമ്പനാട് സമയം പുല്ലാട് ജംഗ്ഷനിൽ ഞാൻ നിൽക്കുന്നു. തലേദിവസം രാത്രി ഞാൻ ഇങ്ങനെ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ മനസ്സിങ്ങനെ അഹങ്കാര ചിന്തകളുടെ കൊടുങ്കാടുകൾ താണ്ടി നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. എൻ്റെ കൂട്ടു സഹോദരന്മാർ വന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രസംഗത്തിന്റെ ഭാഷയെ പറ്റി ചർച്ചയുണ്ടാകുന്നു. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ലഭിക്കുന്ന പുകഴ്ചയെ ഓർത്ത് ഞാൻ മതി പറഞ്ഞ് രാത്രി ഉറങ്ങിയില്ല. എൻ്റെ ആദ്യത്തെ പരസ്യയോഗം പിറ്റേ ദിവസം നടക്കുന്നു. അപ്പോൾ സഹോദരന്മാരെല്ലാം പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ ആളെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു പുല്ലാട് ജംഗ്ഷനിൽ. ഞാൻ മൈക്ക് എടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അതിനു മുമ്പും അതിനുശേഷവും ഉണ്ടാകാത്ത തരത്തിൽ ഞാൻ വിറയ്ക്കുന്നു. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. വീണ്ടും ഞാൻ ശക്തിയെടുത്ത് പ്രസംഗിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ വീണ്ടും അടുത്ത വാക്കിന് വേണ്ടി പരതുന്നു. ഞാൻ വിറയ്ക്കുന്നു. അങ്ങനെ ഒരു 4-5 മിനിറ്റ് ഞാൻ കടന്ന് അവിടെ വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിയാതെ, ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ പറ്റാതെ, പ്രസംഗ മത്സരത്തിൽ പലവട്ടം ഫസ്റ്റും സെക്കൻഡും വാങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു വാക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വിറയ്ക്കുന്നത് കണ്ടപ്പോൾ വഴിയെ പോകുന്നവര് ഒരു തമാശ പോലെ എന്നെ കാണാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ കൂട്ടു സഹോദരന്മാർ, എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച സഹോദരന്മാർ മാറി നിന്ന് പുച്ഛത്തോടു കൂടി എന്നെ ചിരിക്കുന്നു. അതിനിടയിൽ ഒരു സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ബ്രദർ, ഇത്ര സമയമായിട്ടും ബ്രദറിന് ഇനി പ്രസംഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ബ്രദർ ഒരു കാര്യം ചെയ്യാം, മൈക്ക് ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി അദ്ദേഹം മനോഹരമായിട്ട് പ്രസംഗിച്ചു. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, സഹോദര, നമുക്ക് എത്ര ടാലന്റ് ഉണ്ടായാലും അതിന്റെ മേലെ ഒരു ദൈവത്തിന്റെ കരസ്പർശം ഇല്ല എങ്കിൽ, കൃപ എന്ന് പറയുന്ന ഒരു കാര്യം ദൈവം നമ്മുടെ കൃപാവരത്തിന്റെ മേലും ടാലന്റിന്റെ മേലും തരുന്നില്ല എങ്കിൽ നമ്മൾ പൂജ്യമാണെന്ന് ദൈവം എന്നെ പഠിപ്പിച്ച ദിവസം, ഞാൻ അന്ന് അലറി കരഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച ഒരു ദിവസം. അതിനുശേഷം ഞാൻ നിരവധി സ്ഥലത്ത് ഞാൻ സംസാരിക്കാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. എപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാലും ഈ ഒരു ഓർമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വരും. ദൈവം എന്നെ ആദ്യം തന്നെ അടിച്ച് പരിക്കേൽപ്പിച്ച് പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് ദൈവകൃപ നമ്മുടെ ഏത് ശുശ്രൂഷയുടെ മേലും ഉണ്ടാകും. കാരണം ദൈവാത്മാവിന്റെ നിയന്ത്രണം നമ്മൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് ശുശ്രൂഷയും അത് കേവലം വാക്കുകളുടെ ഒരു എന്താ പറയുക, ഒരു സർക്കസ് കളിയായിരിക്കാം, അല്ലെങ്കിൽ ചില ശബ്ദഘോഷം മാത്രമായിരിക്കാം. അത് ഒരിക്കലും നമുക്കും സംതൃപ്തി നൽകില്ല, കേൾവിക്കാരിലേക്കും അത് വേണ്ട രീതിയിൽ പതിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഭാഷയായാലും എന്തായാലും നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് ദൈവകൃപയ്ക്കുള്ളിൽ നമ്മെ തന്നെ ഏറ്റുപറഞ്ഞ് നമ്മുടെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന ശുശ്രൂഷ എന്ന നിലയിൽ ചെയ്യണം. എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ എന്നുള്ള ഒരു ചിന്തയോടുകൂടി, എനിക്ക് ഒരുപാട് പ്രവർത്തിച്ച് പ്രസംഗിച്ച് പരിചയമുള്ളവനാണ്, അല്ലെങ്കിൽ നിരവധി പേരെ ഇന്റർവ്യൂ ചെയ്ത് പരിചയമുള്ളവനാണെന്നുള്ള തയ്യാറെടുപ്പിൽ ഞാൻ ഒരു ഇന്റർവ്യൂവിന് ഇരുന്നാൽ, ഞാൻ മറ്റുള്ളവരെ അഭിമുഖം നടത്തിയാൽ, അല്ലെങ്കിൽ ഞാനൊരു വേദി പ്രസംഗിച്ചാൽ, ഞാനൊരു ഗാനം എഴുതിയാൽ ഒരു നന്മ അതുകൊണ്ടുണ്ടാകും. നമ്മൾ ഓരോരുത്തരും കുറിക്കൊള്ളേണ്ട വലിയ ഒരു പാഠമാണത്. കാരണം കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ ലിറ്ററലി നോക്കിയാൽ അവർക്ക് കർത്താവിനെ പിരിഞ്ഞും പല കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കാം. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗം അനുസരിച്ച് ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച്, ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം എന്നുള്ള വലിയൊരു ലെസൺ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് അതേ കാര്യം തന്നെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമുക്ക് ദൈവം കൃപയും കൃപാവരങ്ങളും നൽകുമ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ച് മാത്രം, ദൈവത്തിൽ നിന്നുള്ള എനർജി പ്രാപിച്ച് മാത്രം അത് ചെയ്യുവാനായിട്ട് ഇടവരട്ടെ. ഇതിനിടയിൽ സുവിശേഷ വേലയുടെ മുഖത്ത് ഇത്രയും വർഷങ്ങളായിരിക്കുമ്പോൾ
പല വിധങ്ങളായിട്ടുള്ള കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല ഗാനങ്ങൾ സഹോദരൻ എഴുതിയതായിട്ട് എനിക്കറിയാം. ഒരു പ്രധാനപ്പെട്ട ഗാനം കാണാത്ത അറിയാത്ത വഴികൾ. ആ ഗാനം ശ്രദ്ധിക്കുമ്പോൾ ദൈവമാണ് കാര്യങ്ങൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെ, നമ്മൾ സ്വപ്നം കാണാത്ത രീതികളിലൂടെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നത് എന്നുള്ളൊരു ആശയം കിട്ടുന്നുണ്ട്. ആ ആശയം ഒന്ന് വിശദീകരിക്കാമോ? അതിനുശേഷം നമുക്ക് ആ ഗാനം കേൾക്കുവാൻ ഉള്ള അവസരമുണ്ട്. നമ്മുടെ പ്രശസ്ത ഗായകൻ ജെയിംസ് ചെറിയാൻ കൊടുന്തറ ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. ഇപ്പോൾ അതിന്റെ പശ്ചാത്തലം ആദ്യമായി നമുക്ക് കേൾക്കാം. അല്പം തിരക്കുണ്ട്, അതുകൊണ്ട് ആദ്യം പാട്ട് പാടിയിട്ട് ഞാനത് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, തീർച്ചയായും. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രോഗ്രാമിൻ്റെ ആങ്കർ ആയിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ പ്രിയ ഫിലിപ്പ് ആൻഡ്രൂസിൻ്റെ അനുവാദത്തോടുകൂടി 2 വാക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദേവദാസൻ അഗസ്റ്റീൻ കെ മാത്യുവിനെ പരിചയപ്പെട്ടു. അനേക പ്രാവശ്യങ്ങൾ ഞങ്ങൾക്ക് ഫോണിൽ കൂടെ സംസാരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഒരു വിറച്ച കാര്യം പറഞ്ഞല്ലോ, അതുപോലെ എനിക്ക് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു വിറയ്ക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ചില വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായി. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ട് ഒരു സൂം പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു സാവകാശം കിട്ടി. എന്നാൽ അദ്ദേഹത്തെ ഈ അടുത്ത ദിവസങ്ങളിലാണ് നേരിട്ട് കാണുവാൻ കർത്താവ് ഒരു അവസരം നൽകി. കുമ്പനാട്ട് വന്ന് എൻ്റെ ഭവനത്തിൽ ഒരു ദിവസം താമസിച്ചു. ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണോ ഈ പല സൂം പ്ലാറ്റ്ഫോമിൽ അവതാരകനായിട്ട്, പല സ്റ്റേജ് പ്രോഗ്രാമിൽ അവതാരകനായിട്ട് വാക്ചാതുര്യത്തോടുകൂടി വചനവുമായിട്ട് നിൽക്കുന്നത് എന്ന് ഓർത്ത് അത്ഭുതപ്പെടുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങൾ, അദ്ദേഹം ട്യൂൺ ചെയ്ത ചില ഗാനങ്ങൾ എന്നെക്കൊണ്ട് പാടിപ്പിക്കുവാനായിട്ട് അദ്ദേഹം കാണിച്ച ആ മനസ്സിനെ ഓർത്ത്, റെക്കോർഡ് ചെയ്യുവാനായിട്ട് അദ്ദേഹം കാണിച്ച മനസ്സിനെ ഓർത്ത് ഞാൻ അദ്ദേഹത്തോട് നന്ദി കരയറ്റുന്നു. അദ്ദേഹത്തിൻ്റെ വരികളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയെന്ന് പറയും, നമ്മളൊന്നും ചിന്തിക്കാത്ത വഴികളിൽ കൂടെ അദ്ദേഹം എഴുതിയ വാക്കുകൾ എത്ര മനോഹരമായിട്ടാണ് ജാതികളായിട്ടുള്ള മനുഷ്യർ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനം ദൈവം നടത്തുന്ന വിധങ്ങൾ അത്ഭുതമേ ആനന്ദമേ. ആ ഗാനം ഞങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം എൻ്റെ അനേക സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുവാനായിട്ടിടയായി. അപ്പോൾ അബുദാബിയിലുള്ള എൻ്റെ ഒരു മുസ്ലിം സ്നേഹിതൻ ഈ പാട്ട് കേട്ടിട്ട് അതിനകത്ത് ഒരു വരി എന്നോട് ചോദിച്ചു. അതിനകത്ത് ഇങ്ങനെ ഒരു വരിയുണ്ട്, എനിക്കായി ഭാരപ്പെടുന്ന ദൈവം സ്വർഗത്തിൽ എനിക്കായി ജീവിക്കും. അതെങ്ങനെയാണ്? അള്ളാഹു നമ്മളെ ഓർത്ത് ഭാരപ്പെടുമോ? അങ്ങനെ അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട്, അത് അഗസ്റ്റീൻ സഹോദരൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഒരു തൻ്റെ സൃഷ്ടിയെ, ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈ സ്വർഗത്തിലിരുന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയും ആ വ്യക്തിയെക്കുറിച്ച് കൺസേൺഡ് ആയിട്ട് ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, എൻ്റെ ജീവിത സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ വളരെ ആപ്റ്റായിട്ടുള്ള ആദ്യത്തെ വരികൾ, ദൈവം നടത്തുന്ന വിധങ്ങൾ. ഞാൻ ഗൾഫിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നപ്പോൾ പലരും എന്നോട് ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രോഗ്രാം, എങ്ങനെയാണ് നിൻ്റെ പ്ലാൻ? ഞാനന്ന് അവരോട് പറഞ്ഞു, എൻ്റെ ഭാവി അറിയുന്ന ദൈവം എന്നെ നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്, ബഹുമാനിക്കുകയാണ്, സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വരികൾ ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധിച്ചു. നടത്തുന്ന വിധങ്ങൾ അത്ഭുതമേ ആനന്ദമേ അവർണ്ണനീയമേ. കാണാത്ത അറിയാത്ത വഴികൾ ഇതുവരെ
അറിയാത്ത വഴികൾ, ഇതുവരെ നനയ്ക്കാത്ത വിധങ്ങൾ, ദൈവം നടത്തുന്ന വിധങ്ങൾ അത്ഭുതമേ, ആനന്ദമേ, അവർണ്ണനീയമേ. സ്വർഗീയ കൊട്ടാരവാതിൽ തുറന്നു, തിരുക്കരമെന്നേരെ നീട്ടുന്നു ദൈവം. സ്വർഗീയ കൊട്ടാരവാതിൽ തുറന്നു, തിരുക്കരമെന്നേരെ നീട്ടുന്നു ദൈവം. ഉള്ളം കയ്യിൽ താങ്ങി വലം കരം പിടിച്ചു, കാക്കുന്നു കരുതുന്നു കൺമണി പോലെ. ഉള്ളം കയ്യിൽ താങ്ങി വലം കരം പിടിച്ചു, കാക്കുന്നു കരുതുന്നു കൺമണി പോലെ. കാണാത്ത അറിയാത്ത വഴികൾ, ഇതുവരെ നനയ്ക്കാത്ത വിധങ്ങൾ, കാണാത്ത അറിയാത്ത വഴികൾ, ഇതുവരെ നനയ്ക്കാത്ത വിധങ്ങൾ, ദൈവം നടത്തുന്ന വിധങ്ങൾ അത്ഭുതമേ, ആനന്ദമേ, അവർണ്ണനീയമേ. എനിക്കായി ഭാരപ്പെടുന്നൊരു ദൈവം, സ്വർഗത്തിൽ എനിക്കായി ജീവിക്കുന്നല്ലോ. എനിക്കായി ഭാരപ്പെടുന്നൊരു ദൈവം, സ്വർഗത്തിൽ എനിക്കായി ജീവിക്കുന്നല്ലോ. വ്യാകുലം വേണ്ടിനി കലങ്ങേണ്ട മനമേ, ഈ മരുയാത്ര നീ ആസ്വദിക്കൂ. വ്യാകുലം വേണ്ടിനി കലങ്ങേണ്ട മനമേ, ഈ മരുയാത്ര നീ ആസ്വദിക്കൂ. കാണാത്ത അറിയാത്ത വഴികൾ, ഇതുവരെ നനയ്ക്കാത്ത വിധങ്ങൾ, കാണാത്ത അറിയാത്ത വഴികൾ, ഇതുവരെ നനയ്ക്കാത്ത വിധങ്ങൾ, ദൈവം നടത്തുന്ന വിധങ്ങൾ അത്ഭുതമേ, ആനന്ദമേ, അവർണ്ണനീയമേ. ബുദ്ധിക്കതീതമം ശാന്തത നൽകും, നോവുമെന്നുള്ളത്തിൽ സാന്ത്വനമേകും. ബുദ്ധിക്കതീതമം ശാന്തത നൽകും, നോവുമെന്നുള്ളത്തിൽ സാന്ത്വനമേകും. ഈ ദൈവമെന്നെന്നും എൻ്റെ ദൈവം, നിത്യതയോളവും കൂടെയുണ്ട്. ഈ ദൈവമെന്നെന്നും എൻ്റെ ദൈവം, നിത്യതയോളവും
അറിയാത്ത വഴികൾ, ഇതുവരെ നനയ്ക്കാത്ത വിധങ്ങൾ, ദൈവം നടത്തുന്ന വിധങ്ങൾ അത്ഭുതമേ, ആനന്ദമേ, അവർണ്ണനീയമേ. താങ്ക് യു. താങ്ക്സ്. മനോഹരമായ ആ ആലാപനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ജെയിംസ് ചാൻ. ഇങ്ങനെ നമ്മൾ ആ പാട്ടിൻ്റെ അകത്തെ വരികളിൽ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം നടത്തുന്ന വഴികളെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ എത്രയോ ഉന്നതമാണ്, അവർണ്ണനീയമാണ്. ആ ഗാനത്തിന്റെ പശ്ചാത്തലം ചുരുക്കമായി പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് തിരിഞ്ഞിട്ട് 25 വർഷങ്ങളിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുകയുണ്ടായി. ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അതോടൊപ്പം ഒരു ചോദ്യം കൂടെ ചേർത്ത് ചോദിക്കുകയാണ്, സമയത്തിന്റെ കുറവുകൊണ്ട്. ഇപ്പോൾ ഗാനങ്ങളായിട്ടും കവിതകളായിട്ടും 40-ലധികം രചനകൾ അഗസ്റ്റിൻ ബ്രദർ എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ നിലയിൽ ഗാനങ്ങൾ എഴുതുവാൻ ഉള്ള പ്രചോദനം, അല്ലെങ്കിൽ ആ നിലയിലുള്ള ദൈവ നടത്തിപ്പ്, അതെങ്ങനെയാണ് അറിയുവാൻ കഴിയുന്നത്? എൻ്റെ ഗാനങ്ങളിലെ ബഹുഭൂരിപക്ഷവും പ്രത്യേക ഏതെങ്കിലും ഒരു ദൈവിക സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. 2-3 പാട്ടുകൾ മാത്രമാണ് പാട്ട് എഴുതണം എന്ന് വിചാരിച്ച് ഞാൻ എഴുതിയിട്ടുള്ളത്. ബാക്കിയെല്ലാ ഗാനങ്ങളുടെ പിന്നിൽ ഒന്നുകിൽ ഒരു ധ്യാനമോ, അല്ലെങ്കിൽ പ്രത്യേകമായ ജീവിതമായ ഒരു വേദനാനുഭവമോ, നിരാശയോ, ഭയമോ, അങ്ങനെ വ്യത്യസ്ത ജീവിത വികാരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവാത്മാവ് ചിലപ്പോൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചന സഭയെ പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ വ്യത്യസ്ത തലത്തിലാണ് ഞാൻ ഗാനങ്ങൾ എഴുതുവാനായിട്ട് ദൈവം സഹായിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ഞാൻ 25 വർഷം ദൈവകൃപയിൽ നിലനിന്നു, ദൈവം എന്നെ പോറ്റി പുലർത്തി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് എന്നെ പോലെയുള്ള ദേവദാസന്മാരുടെ ജീവിതമാണ്. ഞാൻ എന്നെക്കുറിച്ച് മാത്രം പറയുന്നില്ല, എന്നെപ്പോലെയുള്ള മറ്റെല്ലാ ദേവദാസന്മാരുടെ ജീവിതവും അത്ഭുതമാണെന്ന് ഞാൻ കരുതുക. കാരണം സെക്കുലർ ലോകത്തും ആത്മീയ ലോകത്തിലും ഒരുപോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗക്കാരാണ് കർത്താവിന്റെ വേലക്കാർ, ദേവദാസന്മാർ. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഒരു ഫിക്സഡ് സാലറി ഇല്ല, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല, ആരെങ്കിലും നമുക്ക് തരാമെന്ന് പറയുന്നില്ല. എന്നാൽ ഞാൻ എഴുതിയ വാക്ക് കൃത്യമായി, ഭാരപ്പെടുന്നത് ദൈവം മാത്രമാണ്. എൻ്റെ ഈ 25 വർഷത്തെ ജീവിതാനുഭവം, ഞാൻ കേരളം, കർണാടക, ഗുജറാത്ത് 3 സംസ്ഥാനങ്ങൾ ജീവിച്ചിട്ടും നാളിതുവരെ എന്നോട് ആരും ഇത്രയും കാലം അടുത്ത് വന്ന് ബ്രദറെ ഈ മാസത്തെ വാടക അടച്ചോ, വാടകയ്ക്കാൻ സമയത്ത് ചോദിച്ചിട്ടില്ല. നാളിതുവരെ ബ്രദറെ ഈ ആഴ്ചത്തേക്കുള്ള ആഹാരത്തിനുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടോ, ചോദിച്ചിട്ടില്ല. മക്കൾക്ക് ഫീസ് കൊടുക്കാൻ, കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസയുണ്ടോ, ബ്രദറെ സുവിശേഷ വേലയ്ക്ക് പോകാൻ വേണ്ടി എണ്ണ അടിക്കാൻ പൈസയുണ്ടോ, ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാൽ ദൈവം ആ ഭാരം ഏറ്റെടുത്ത് കഴിഞ്ഞ 25 വർഷം കർത്താവിന്റെ ദാസനായ എന്നെ കാണാത്ത, അറിയാത്ത വഴികളിലൂടെ, ഞാൻ നനയ്ക്കാത്ത, ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം എന്നെ നടത്തിയെന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമേ, അത് ആനന്ദമാണ്, അത് അവർണ്ണനീയമാണ്. അതുകൊണ്ട് ദൈവമാണ് എന്നെ ഓർത്ത് ഭാരപ്പെടുന്നത്. ദൈവത്തിന്റെ ആ ഭാരം ദൈവം തന്റെ ദാസന്മാരായ മറ്റു മക്കളിലേക്ക് പകരുമ്പോഴാണ് തന്നത് തീരുമ്പോൾ പിന്നെയും ദൈവം തന്നിടുമെന്നുള്ള എൻ്റെ ഒരു ഗാനത്തിന്റെ വരി ഞാൻ എഴുതിയത്. അതെന്റെ 25 വർഷത്തിന്റെ അനുഭവമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എന്റെ മാതാവ് പറഞ്ഞു, നീ ഒരിക്കലും വിവാഹം കഴിക്കരുത്, നിനക്കൊരു പെണ്ണിനെ പോറ്റി പുലർത്താനുള്ള കഴിവില്ല, ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് നീ എന്റെ ജീവിതം കട്ടപ്പോയാക്കല്ലേ എന്ന് പറഞ്ഞാൽ മോശമാക്കല്ലേ മോനെ എന്നോട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ എന്നെ കുറിച്ച് വിലയിരുത്തിയത് ആ കാലഘട്ടങ്ങളിൽ കൃത്യമാണ്, അമ്മ തെറ്റല്ല പറഞ്ഞത്. ഞാൻ ഇന്ന് 3 മക്കളെയും അതുപോലെ തന്നെ ഭാര്യയെയും പോറ്റി പുലർത്തുന്ന നിലയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കടക്കാരനായി തീരാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ, കാണാത്ത അറിയാത്ത വഴികളിലൂടെ ദൈവം എന്നെ 25 വർഷം നടത്തി എന്നുള്ളത് എന്റെ ബ്രദർ എനിക്ക് അത്ഭുതം തന്നെയാണ്. അതിനേക്കാൾ വലിയ അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ അത്ഭുതമുള്ള ദേവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഏകപക്ഷീയമായി എന്റെ മാത്രം അനുഭവമായിട്ട് ഞാൻ പറയുന്നില്ല, മറ്റു നിരവധി ദേവദാസന്മാരുണ്ട്. പക്ഷെ പലർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാകാറില്ല എന്നുള്ളതാണ്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന, ഒരുപാട് വിമർശിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവിന്റെ വേല എന്ന് പറയുന്നത്. എന്നാലും കർത്താവ് ഭാരപ്പെടുന്നു. ആ കർത്താവിന്റെ ഭാരത്തിന്റെ ഫലങ്ങൾ കർത്താവ് മറ്റുള്ളവരിലേക്ക് പകരുന്നു. അതിലൂടെ നന്മ നാം അനുഭവിക്കുന്നു. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വേദഭാഗമാണ് മത്തായി 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും, അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് നീഡ്സിന്റെ കാര്യമെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ് ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വേർഷനായിട്ട് എപ്പോഴും പറയാറുണ്ട്, കർത്താവ് പറയുകയാണ്, നീ എൻ്റെ കാര്യം നോക്കിക്കോ, ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം. അതാണ് സിമ്പിൾ ഫോർമുല. കർത്താവിൻ്റെ ദാസന്മാർ എപ്പോഴും വിശ്വസ്തമായ കർത്താവിനെ സേവിക്കുന്ന ഒരു മനുഷ്യനും പറയാൻ കഴിയുകയില്ല കർത്താവ് എന്നോട് അവിശ്വസ്തത കാണിച്ചു എന്ന് പറയാൻ ഒരിക്കലും കഴിയുകയില്ല. കാരണം
കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് അങ്ങനെയാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസന്റെ ജീവിതത്തിന്റെ 25 വർഷങ്ങളിൽ ആ ഒരു അനുഭവം അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ, തൊട്ടറിയുവാൻ ഇടയായി എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കത് മാതൃകയാക്കി എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സഹോദരന്റെ സാഹിത്യ രചനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കവിതകൾ. അനേക കവിതകൾ താങ്കൾ രചിക്കുവാനായിട്ട് ഇട വന്നിട്ടുണ്ട്. ഈ കവിത രചിക്കുമ്പോൾ നമുക്കറിയാം അതിന് നല്ല ഭാഷ വേണം, അത് നല്ല വൃത്തത്തിൽ എഴുതണം, മാത്രമല്ല ആശയങ്ങൾ അതിനകത്ത് ഇഴ ചേർത്ത് എഴുതണം. അപ്പൊ എന്താണ് ഈ കവിതാ രചനയിൽ ശ്രദ്ധിക്കുന്ന കാര്യം? അതോടൊപ്പം തന്നെ ഒരു കവിത ഒന്ന് കേൾക്കണമെന്നുണ്ട്. ദൈവസ്നേഹത്തിന്റെ കരാങ്കുലികൾ, അത് നമ്മുടെ സന്തോഷ് കൊട്ടാരക്കര ബ്രദറിന്റെ മകൾ അക്സ സന്തോഷ് ആ കവിത പാടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറഞ്ഞതിന് ശേഷം ആ കവിതയിലേക്ക് നമുക്ക് കിടക്കാം. ആ കവിതയുടെ പശ്ചാത്തലം, കവിത ഏറ്റവും നല്ല ശക്തമായ ആശയവിനിമയ മാർഗമാണ്. ഒരു ഗാനത്തെക്കാൾ കുറേയും കൂടെ ജനഹൃദയങ്ങളിലേക്ക് ആശയങ്ങളെ സംവേദിപ്പിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം കവിത തന്നെയാണ്. ഗാനരചയിതാക്കൾക്ക് എല്ലാവർക്കും കവിത എഴുതാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. എന്താ, കവികൾക്ക് ഗാനം എഴുതാൻ വളരെ, കവിത എഴുതുക എന്ന് പറയുന്നത് താരതമ്യേന ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. ഈ ഗാനത്തിന്റെ പശ്ചാത്തലം നമ്മൾ ജാതിഭേദം മതദ്വേഷം ഇതിനില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കായിട്ടാണ്. പക്ഷെ അത് ലോകത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരേ ഒരു സ്ഥലമുള്ളൂ, ദൈവസഭ. ദൈവം സകല ജാതികളിൽ നിന്നും വർഗത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയവരെ കർത്താവ് ഒന്നിച്ചു ചേർത്ത് നമ്മളെല്ലാവരും ആദത്തിന്റെ മക്കളാണ്. വിവിധ വർഗത്തിൽ വർണ്ണത്തിൽപ്പെട്ടവരാണല്ലോ ആദത്തിന്റെ മക്കളാണ്. എന്നാൽ ദൈവമക്കൾ എന്നുള്ള അവകാശപ്പെടുന്നവരിൽ തന്നെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി ആരും പ്രതികരിക്കുന്നില്ല. ആരും അത് പ്രസംഗങ്ങളിൽ പോലും നമ്മുടെ പ്രസംഗകർ അത് സംസാരിക്കാതെ വിടുന്ന ഒരു വിഷയമാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവം എല്ലാവരും ദൈവമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറെ കാലങ്ങളായിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളതുമായ ചില വേദനകൾ ഒരു ദൈവദാസനോട് ഞാനിങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഈ വിഷയങ്ങളെ, എൻ്റെ മനസ്സിലുള്ള വിഷയങ്ങളെ ശക്തമായിട്ട് ഗണ്ണിച്ചു. ഞാൻ ബൈബിളിൽ നിന്നാണ് സംസാരിച്ചത്, പക്ഷെ അദ്ദേഹം അതിനെ അംഗീകരിക്കാതെ എന്നോട് സംസാരിച്ചു. ആ വേദനയിൽ നിന്ന് ഞാൻ എഴുതിയ ഒരു വിഷയമാണ് ദൈവസ്നേഹത്തിന്റെ കരാങ്കുലികൾ. വർണ്ണവും വർഗവും ഒക്കെയാണ് ആ കവിതയിലെ പ്രതിപാദ്യം. ഈ എക്സാമ്പിളിൽ നമുക്ക് ആ ഗാനം കേൾക്കാം. ഈ നിരവധി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ പ്രോഗ്രാം തീരാൻ സമയമായതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുക. നിന്നെ കറുപ്പിച്ചതാരാണ്, നിന്നെ വെളുപ്പിച്ചതാരാണ്, രൂപസാദൃശ്യങ്ങളേറെ എന്നാകിലും വ്യത്യസ്തനാക്കിയതാരാണ്. നിന്നെ കറുപ്പിച്ചതാരാണ്, നിന്നെ വെളുപ്പിച്ചതാരാണ്, രൂപസാദൃശ്യങ്ങളേറെ എന്നാകിലും വ്യത്യസ്തനാക്കിയതാരാണ്. പൊക്കവും തൂക്കവും വെവ്വേറെയാക്കിയും വിരലടയാളം വ്യത്യാസമാക്കിയും നിന്നെ ചമച്ചവനാരാണ്. നിന്നമ്മ തൻ കൺകൾ നിന്നെ കാണും മുൻപേ കണ്ടൊരാ കണ്ണുകൾ ആരുടേത്. നിന്നമ്മ തൻ കൺകൾ നിന്നെ കാണും മുൻപേ കണ്ടൊരാ കണ്ണുകൾ ആരുടേത്. അസ്ഥികൂടത്തെ മെടഞ്ഞതാര്, മാംസരൂപത്തിൽ പൊതിഞ്ഞതാര്, നാടീഞരമ്പുകൾ ചേർത്തതാര്, ചോരയ്ക്കു ചെമ്നിറം തന്നതാര്, ചോരയ്ക്കു ചെമ്നിറം തന്നതാര്. ബ്രാഹ്മണനല്ല നീ, ചണ്ടാളനുമല്ല, സിറിയനുമല്ല നീ, പറയനല്ല, തമ്പ്രാനുമല്ല നീ, അടിയാനുമല്ല, ഉടമയുമല്ല നീ, അടിമയല്ല. ബ്രാഹ്മണനല്ല നീ, ചണ്ടാളനുമല്ല, സിറിയനുമല്ല നീ, പറയനല്ല, തമ്പ്രാനുമല്ല നീ, അടിയാനുമല്ല, ഉടമയുമല്ല നീ, അടിമയല്ല. നിന്റെ കറുപ്പതോ നിന്റെ തെറ്റോ, നിന്റെ വെളുപ്പതോ നിന്മേന്മയോ, സൃഷ്ടാവിൻ പരമാധികാരമാണെന്നത് ഓർത്തു നീ സഹചരെ കണ്ടിടുക, ഓർത്തു നീ സഹചരെ കണ്ടിടുക. നിന്റെ കറുപ്പതോ നിന്റെ തെറ്റോ, നിന്റെ വെളുപ്പതോ നിന്മേന്മയോ, സൃഷ്ടാവിൻ പരമാധികാരമാണെന്നത് ഓർത്തു നീ സഹചരെ കണ്ടിടുക, ഓർത്തു നീ സഹചരെ കണ്ടിടുക. നിൻ ചരിതം നീ ചികഞ്ഞു നോക്കൂ, എത്തിടും നിശ്ചയം ഏതനിൽ നീ, കണ്ടിടും നിശ്ചയം ഏതനിൽ നീ,
ദൈവസ്നേഹത്തിൻ കരാങ്കുലികൾ, ദൈവസ്നേഹത്തിൻ കരാങ്കുലികൾ. വിണ്ണിലെ തമ്പുരാൻ മൺപൊടിയെ തൻ്റെ സാദൃശ്യത്തിൽ നിർമ്മിച്ചൊരാ മണ്ണിൻ്റെ മണമുള്ള സന്തതി നീ. തമ്പുരാൻ ചുംബനം ഏറ്റവൻ നീ, തമ്പുരാൻ ചുംബനം ഏറ്റവൻ നീ. നിൻ ചരിതം നീ ചികഞ്ഞു നോക്കൂ, എത്തിടും നിശ്ചയം ഏതനിൽ നീ, കണ്ടിടും നിശ്ചയം ഏതനിൽ നീ. ദൈവസ്നേഹത്തിൻ കരാങ്കുലികൾ, ദൈവസ്നേഹത്തിൻ കരാങ്കുലികൾ. വിണ്ണിലെ തമ്പുരാൻ മൺപൊടിയെ തൻ്റെ സാദൃശ്യത്തിൽ നിർമ്മിച്ചൊരാ മണ്ണിൻ്റെ മണമുള്ള സന്തതി നീ. തമ്പുരാൻ ചുംബനം ഏറ്റവൻ നീ, തമ്പുരാൻ ചുംബനം ഏറ്റവൻ നീ. മണ്ണിൻ്റെ മണമുള്ള സന്തതിയായി ഭൂലോകമെല്ലാം കുടിയിരിപ്പാൻ ആദമാണല്ലോ ആദിഹേതു. ആയതിൻ ഫലമത്ര നീയും സഖേ, ആയതിൻ ഫലമത്ര നീയും സഖേ. ജാതിഭേദം മതദ്വേഷമെല്ലാം ഏവരും ഒന്നിച്ചു വാണിടുവാൻ സൃഷ്ടാവു സ്ഥാപിച്ച ഏകമാർഗം. ആയതിൻ പേരത്ര ദൈവസഭ, ആയതിൻ പേരത്ര ദൈവസഭ. ജാതിഭേദം മതദ്വേഷമെല്ലാം ഏവരും ഒന്നിച്ചു വാണിടുവാൻ സൃഷ്ടാവു സ്ഥാപിച്ച ഏകമാർഗം. ആയതിൻ പേരത്ര ദൈവസഭ, ആയതിൻ പേരത്ര ദൈവസഭ. താങ്ക് യു അക്സാമോൾ ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ സിംഗിങ്, ആലാപനം. എത്ര മനോഹരമായ ആശയമേ ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ കവിതകൾ നമ്മുടെ ഇടയിൽ അത്രമാത്രം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം കവിതകൾ ഗാനങ്ങൾ പോലെ ആളുകൾ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഈ കവിതയൊക്കെ ആളുകളിലേക്ക് എത്തണം. നമ്മൾ ഒടുവിൽ കേട്ടതുപോലെ എഫേസ് ലേഖനത്തിന്റെ ഇതിവൃത്തം പോലെ എല്ലാ ജാതികളും യഹൂദന്മാരും യവനന്മാരും എല്ലാം ഒന്നിച്ചു ചേരുന്ന ദൈവസഭ എന്ന് പറയുന്ന മനോഹരമായ ആശയത്തിൽ അത് എത്തിക്കുവാനായിട്ട് ദേവദാസൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെയധികം നന്ദി. ഇപ്പോൾ നമ്മുടെ സമയം ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഒടുവിലായി സഹോദരന്റെ ജീവിതത്തിൽ ഒരു അഡ്വൈസ് എന്നുള്ള നിലയിൽ ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ സമയം എന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരൻ തന്നെ ഒരു പൊതുവെ ഇന്ന് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ള ചില അഡ്വൈസ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം, നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു കാലത്തും ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയും. നേരോടെ നടന്നില്ലെങ്കിൽ എല്ലാത്തിനും മുടക്കം വരും. അതുകൊണ്ട് ദൈവത്തിന്റെ ക്യാമറ കണ്ണുകൾ ഷൂട്ട് ചെയ്യുന്ന ജീവിതമാണ് നമ്മുടേതെന്ന് തിരിച്ചറിഞ്ഞ് പരസ്യ ജീവിതങ്ങൾ ഭയത്തോടെ ഭക്തിയോടെ നമ്മൾ അല്പകാലത്തേക്ക് വേണ്ടി മാത്രം ഈ ഭൂമിയുടെ പരപ്പിൽ വിരുന്നു വന്ന അതിഥികളാണെന്നുള്ള തിരിച്ചറിവ് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട് കൂറ് പുലർത്തി വിശ്വസ്ത പുലർത്തി ക്രിസ്തീയ ജീവിതം മനോഹരമാക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരം എനിക്ക് നൽകിയ കാൽവരിനാഥത്തിലോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവിൽ പ്രിയങ്കരനായ ഫിലിപ്പ് ആൻഡ്രൂസിനോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഗാനങ്ങൾ ആലപിച്ച കർത്താവിൽ പ്രിയ രാജീവ് ജോർജ് സഹോദരൻ, അതുപോലെ കർത്താവിൽ പ്രിയ ജെയിംസ് ചാൻ, പ്രിയ അക്സമോൾ, എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഞാനിവിടെ പൂർണ്ണവിരാമം. പരപ്പേറിയ ജീവിത അനുഭവങ്ങളിൽ നിന്നും ചില ഏടുകൾ മാത്രമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇന്നും ഇടപെടുന്നു എന്നുള്ളതിൻ്റെ വളരെ ശക്തമായ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് സമയമുള്ളപ്പോൾ സഹോദരനെ നേരിട്ട് വിളിച്ച് ഈ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്, സംസാരിക്കുന്നത്, അഡ്വൈസ് തേടുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഇത്ര മനോഹരമായ ഒരു അവസരം ഒരുക്കി തന്ന കാൽവറിനാഥം മിനിസ്ട്രിയോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം വീണ്ടും കർത്തൃദാസന്മാരെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ശക്തമായി ഉപയോഗിക്കട്ടെ. ഈ തൂലിക ഒരു കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടതുപോലെ മീഡിയ ഇന്ന് വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം ആ നിലയിൽ അതിന്റെ സാധ്യതകളെ മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തുവാൻ കാൽവരിനാഥൻ മിനിസ്ട്രിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ശനിയാഴ്ച വൈകുന്നേര സമയം നമുക്ക് ഈ നിലയിൽ ഈ സൂം മീറ്റിംഗിൽ കൂടി
കൂടുവാൻ തക്കോണം ദൈവം ഈ ഒരാഴ്ചയും കൂടി ദൈവം തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. സന്തോഷം കൊണ്ട് മനസ്സ് നിറയുകയാണ്. വളരെ ഒരു നല്ല ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്കിതെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. പ്രത്യേകിച്ച് അഗസ്റ്റിൻ കെ മാത്യു സഹോദരൻ രാജാപുരം, സഹോദരന്റെ അനുഭവ സാക്ഷ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുണ്ടായത്. എത്രയോ മനോഹരമായ രീതിയിലാണ് ദൈവം പ്രിയ കർത്തൃദാസനെയും കുടുംബത്തെയും കഴിഞ്ഞ 25 വർഷങ്ങൾ നടത്തിയെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദിയല്ലാതെ നമുക്കൊന്നും പറയാനില്ല. എത്രയോ പ്രതികൂല സാഹചര്യങ്ങൾ, നിരാശകൾ, രോഗങ്ങൾ, വേദനകൾ, സാഹചര്യങ്ങൾ പലതും ദൈവസന്നിധി വിട്ട് പോകണമെന്ന് തോന്നത്തക്ക രീതിയിൽ ആയിട്ടുണ്ടെങ്കിലും പ്രിയ കർത്തൃദാസനെ ദൈവം പിടിച്ചു നിർത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യേണ്ട. അതുകൊണ്ടാണെന്ന് വളരെ മനോഹരമായ ഒരു സാക്ഷ്യം പ്രിയ കർത്തൃദാസിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയത്. പ്രിയ കർത്തൃദാസിനെ ധാരാളമായിട്ട് ഇനി ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. മാത്രമല്ല എല്ലാത്തിലും ഒരു കഴിവുള്ള ഒരു സഹോദരനാണ്. കവിതകളായാലും പാട്ടുകളായാലും അവതരണമായാലും എല്ലാത്തിനും താൻ മുൻപന്തിയിലാണ്. ദൈവം പ്രിയ കർത്തൃദാസനെ മാനിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി വളരെ ഒരു സന്തോഷകരമായ ഒരു എപ്പിസോഡായിരുന്നു. ദൈവത്തെ വളരെയധികം നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കലൂർനാഥം ഒരുക്കിയ ഈ പാടി സ്തുതിക്കാവുന്ന പ്രോഗ്രാം ഇത്രയും വിജയമായി തീരുവാൻ തക്കവണ്ണം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹകരണവും പ്രാർത്ഥനയും സ്നേഹവുമാണ് ഈ ഒരു പ്രോഗ്രാമിനെ ഇത്രത്തോളം നിലനിർത്തിയിരിക്കുന്നത്. നാം നേരത്തെ കേട്ടതുപോലെ 99ാമത്തെ എപ്പിസോഡാണ് നാം ഇന്ന് കേട്ടത്. മാത്രമല്ല ഇന്നത്തെ പ്രോഗ്രാമിൽ ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പ് കെ ആൻഡ്രൂസ് സഹോദരനാണ് ഇന്റർവ്യൂ ചെയ്തത്. പ്രിയ സഹോദരനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. വളരെ സന്തോഷത്തോടെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ തക്കവണ്ണം ദൈവം പ്രിയ കർത്തൃദാസനെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു. പ്രിയ സഹോദരനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ് തോന്നുന്നത്. പറഞ്ഞാൽ ആ ദൈവകൃപയിൽ ആയിരിക്കുന്ന ഒരു സഹോദരനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യാൻ തക്കണം പ്രിയ ഫിലിപ്പ് കെ ആൻഡ്രൂസ് സഹോദരനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. 2 മനോഹരമായ പാട്ടുകൾ പ്രിയ സഹോദരൻ രാജു ജോർജ് മൂലം നമുക്കിന്ന് കേൾപ്പാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. മാത്രമല്ല ജെയിംസ് കുടുംബ സഹോദരൻ മൂലം ഒരു പാട്ടും പ്രിയ അക്സമോൾ മൂലം ഒരു കവിതയും വളരെ ഇതെല്ലാം ഇന്ന് ചെയ്തത് വളരെ ഭംഗിയായിട്ട്, ഒരു കുറവും അതിൻ്റെ അകത്ത് പറയാനില്ല. അത്രത്തോളം ഭംഗിയായിട്ടാണ് പ്രിയപ്പെട്ടവർ അവരുടേതായ വേലകൾ ഇന്ന് ചെയ്തു തീർത്തത്. മാത്രമല്ല ഇന്ന് ഇത്രയും പേർക്ക് ഇന്ന് കടന്നു വരുവാൻ ദൈവം അനുകൂലമായ സാഹചര്യങ്ങൾ തന്നല്ല എന്നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന പ്രിയ കർത്തൃദാസൻ സന്തോഷ് മാത്യു സഹോദരനെ കുടുംബമായിട്ട് നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ മീറ്റിംഗ് ആവശ്യമായിരിക്കുന്നു. പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗപിതാവേ, കരുണയുള്ള കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ മക്കളായിരിക്കുന്ന അടിയങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ ജൂം മീറ്റിംഗിന്റെ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ, അല്പസമയം ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ, അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ കേൾക്കുവാൻ അവിടുന്ന് പ്രസാദിച്ചല്ലോ. അതോർത്തങ്ങെ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവെ, പ്രത്യേകാൽ അഗസ്റ്റിൻ കെ മാത്യൂസ് സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായിട്ട് ഞങ്ങൾ ഓർക്കുന്നു. തന്നിലൂടെ കേട്ടതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളെ ഏത് നിലയിൽ ഉപയോഗിക്കുന്നു, കർത്താവിന്റെ ഹിതം ഏത് നിലയിൽ അത് പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് കർത്താവെ തന്റെ ദാസനിൽ കൂടി ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടവരുത്തിയല്ലോ. അതോർത്തങ്ങെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, തുടർന്നും സഹായിക്കണമേ, ആവശ്യമൊക്കെ കൊടുക്കണമേ. ഒരു കുടുംബമായിട്ട് വേലയിൽ വർദ്ധിച്ചു വരുവാൻ അവിടുന്ന് സംഗതി വരുത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജോർജ് സഹോദരനെയും അതുപോലെ കൊടുന്തരെ ഛാനയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നല്ല ഗാനങ്ങൾ നല്ല സ്വരത്തിൽ പാടുവാൻ അവരെ സഹായിച്ചു. കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. തുടർന്നും ഇരുവരെയും വിശേഷ സഹായിക്കണമേ കർത്താവെ. നല്ല ആത്മീയ ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വിശേഷ സഹായിച്ച എല്ലാ കാര്യങ്ങൾക്കായും സ്തോത്രം. അക്സമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ ആ കവിത പ്രസന്റ് ചെയ്യുവാൻ കൃപ കൊടുത്തല്ലോ. അതോർത്തങ്ങെ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം. അതുപോലെ കർത്താവെ, ആൻഡ്രൂ ബ്രദറിനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. നല്ല നിലയിൽ ഇന്റർവ്യൂ ലീഡ് ചെയ്യുവാനുള്ള കൃപകൾ കൊടുത്തല്ലോ.
നല്ല വാക്കുകൾ കൊടുത്തല്ലോ, വചനം കൊടുത്തല്ലോ. അതോർത്തങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. എല്ലാവർക്കും വേണ്ടുന്ന കൃപകൾ കൊടുത്താട്ടെ. ഇന്ന് കൂടപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഓർക്കണമേ. ഞങ്ങൾ കേട്ടതായിരിക്കുന്ന സകല കാര്യങ്ങളും കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനും ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരുവാനും, ഞങ്ങൾ ഏതുമില്ല, ഞങ്ങളുടെ കർത്താവാണ് ഞങ്ങൾക്ക് സകലതുമായിരിക്കുന്നത് എന്നുള്ളതായ ആ ചിന്തയോടുകൂടി തന്നെ ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപകൾ തെരുമാറാകണം എന്നേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായിരിക്കണം ഞങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ, ഞങ്ങൾ പിന്നിലായിരിക്കണം കർത്താവേ. ഇതായിരിക്കട്ടെ ഞങ്ങളുടെ ചിന്താ വിഷയം. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരുവാൻ, കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ സംഗതി വരുത്തണം എന്നേ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങൾ ഈ കാൽവറി നാഥൻ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രയും 99 എപ്പിസോഡുകൾ നടത്തുവാൻ അവിടെ കൃപ ചെയ്തല്ലോ. അതോർത്തങ്ങെ സ്തുതിക്കുന്നു. അതിന്റെ ചുമതലപ്പെട്ട ഓരോരുത്തരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ വരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, ഗാനങ്ങൾ ശ്രവിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് കൃപ ചെയ്തല്ലോ. അതോർത്തങ്ങെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുന്നു എന്ന് വരെകൾ ഇനിയും ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുവാൻ സംഗതി വരുത്തണമേ കർത്താവേ. സകലത്തിനായിട്ട് സ്തോത്രം. എല്ലാ കാര്യങ്ങളും തിരുക്കരങ്ങൾ പരിമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. സകലതും ഞങ്ങളെ വീണ്ടെടുത്തതിനും ഞങ്ങൾക്ക് വേണ്ടി വേഗം വരുന്നതിനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രേപിതാവേ, കൃപ കേട്ട ഉത്തരം അരുളുമാറാക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിപാലനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഞങ്ങളോടും ഇന്ന് കൂടപ്പെട്ട ഓരോരുത്തരോടും, പ്രത്യേക ഇന്ന് സാക്ഷ്യം പറഞ്ഞ സഹോദരനോടും എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.